നമ്മുടെ അമ്മ അരികിലുണ്ടായിരുന്നെങ്കിലെന്ന് അറിയാതെ ആഗ്രഹിച്ചു പോകുന്നത് ദൂരത്തായിരിക്കുമ്പോഴാണ് അല്ലേ? തൊട്ടൊക്കെ ഇരിക്കുമ്പം പലപ്പോഴും നമ്മുടെ സ്നേഹവാത്സല്യങ്ങൾ തേച്ചുമഴുക്കാത്ത പാത്രം പോലെ ചെളിയിൽ കിടക്കുന്നതായി തോന്നും. അല്ലെങ്കിൽ തിളക്കമറ്റ വെള്ളി നാണയം പോലെ അവ ഒളിഞ്ഞു കിടക്കുന്നതായി തോന്നും. കൺമുന്നിലുള്ളപ്പോൾ പ്രിയരെയൊക്കെ ആരാ അത്രമേൽ ഗവനിക്കുന്നത് അല്ലേ? കൺമുന്നിൽ ബന്ധങ്ങൾക്ക് വർണ്ണപ്പകിട്ട് കുറയും. പക്ഷേ കണ്ണെത്താ ദൂരത്തും കയ്യെത്താ ദൂരത്തും നിൽക്കുമ്പം കണ്ണൊന്ന് തുളുമ്പും. പലപ്പോഴും ആ നനവ് വാത്സല്യങ്ങളുടെ വാത്സല്യമായ അമ്മയെ ഓർത്താവും. ഒട്ടും പരിതപിക്കാതെയും നിരാശപ്പെടാതെയും ഞാനും തേങ്ങിയിട്ടുള്ളത് ആ ഓർമ്മകളിലാണ്. അമ്മയെക്കുറിച്ചുള്ള ശരിക്കും ആനന്ദിപ്പിക്കുന്ന ഒരു തോന്നൽ. ആ അതുല്യ ബന്ധത്തെ ഓർത്ത് അകലെയിരിക്കുമ്പോൾ ഉള്ളുവിതുമ്പും. കാറ്റെങ്കിലും കൈനീട്ടി ഒരു വാത്സല്യക്കുളിരേകിയിരുന്നുവെങ്കിൽ എന്ന് അറിയാതെ നനച്ചു പോകും. നിലവ് പോലും മഞ്ഞു തൂകി നനയ്ക്കുന്ന ഹേമന്തമാണ് എനിക്കെൻ്റെ അമ്മ. അറബി മണ്ണിലെ പൊടിക്കാറ്റേറ്റ് ഒരിക്കൽ തലങ്ങും വിലങ്ങും ഓടി നടന്നപ്പോൾ ഞാനും ഓർത്ത് എൻ്റെ അമ്മയെ. പക്ഷേ ഓർമ്മയ്ക്കപ്പുറം ഇനി ഒന്നും എനിക്ക് ബാക്കിയില്ല. എന്നെ നൊന്തുപറ്റ അമ്മ ഇവിടെയില്ല. അവളുടെ നിഴല് പോലുമില്ല. ആയുസ്സിൻ്റെ വിളക്കണഞ്ഞപ്പോൾ മിന്നാമിനുങ്ങിൻ്റെ ലാഘവത്തോടെ സ്വർഗത്തിൻ്റെ പളുങ്കുകടൽ തീരത്തേക്ക് അവളും പറന്നുപോയി. ഉമ്മറപ്പടിയിൽ ഉണ്ണാതുറങ്ങാതെ തിരിതാഴ്ത്താതെ നെയ്വിളക്കായി എന്നെ കാത്തിരിക്കാനിനി ആരുമില്ല. എൻ്റെ അമ്മയില്ല. അവൾ ശ്രീവായുടെ പക്ഷങ്ങളിൽ ചേക്കേറിക്കഴിഞ്ഞു. അതോർത്ത് ഞാൻ നീറുന്നുമില്ല. കാരണം സ്ഥലകാല നിബദ്ധമായ അത്തരമൊരു സ്നേഹത്തെ അതിശയിക്കുന്ന ഒരു അതിദിവ്യ പ്രാപഞ്ചികാനുഭവം എന്നിൽ കൊളുത്തി വെച്ചിട്ട് ആണ് അവൾ മറഞ്ഞുപോയത്. അവളിവിടെ മിഴിയടച്ചപ്പോൾ ഒരു പുതിയ ദീപം എന്നിൽ മിഴി തുറന്നു. അത് മറിയമായിരുന്നു, ഹാന്നായുടെ പുത്രി. അതെ, അമ്മ എന്നിൽ കൊളുത്തിയ കെടാവിളക്കായിരുന്നു അമ്മ കന്യാ മറിയം. പെറ്റമ്മ എനിക്ക് തന്ന കനക സമ്പാദ്യമായിരുന്നു കന്യാ മറിയം. അന്നു തൊട്ടിന്നോളം അമ്മയും മറിയവും എന്നിൽ കെട്ടുപിണഞ്ഞൊന്നായ സുഗന്ധ സ്മരണകളാണ്. മിശിഹായിലേക്ക് സംഗമിക്കുന്ന രണ്ടു പാതകൾ. ഞാൻ കണ്ട കരിന്തിരി കത്താത്ത ആദ്യത്തെ ദീപവും പെറ്റമ്മ തന്നെ. രണ്ടാമത്തേതാകട്ടെ മറിയവും. പിന്നീട് ഞാനറിഞ്ഞു രണ്ടാം ദീപം, അതായത് മറിയം, എല്ലാത്തിനെയും അതിശയിക്കുന്ന ഒരു ദീപമാണെന്ന്. കാരണം അത് എണ്ണയില്ലാതെ പോലും ജ്വലിക്കുന്ന പരിശുദ്ധ ദീപമാണ്. ഭൂമിയിലെ സകല മാതൃദീപങ്ങളും എണ്ണയില്ലാതിരുന്നിട്ടും എരിയുന്ന മരിയ ദീപത്തിൻ്റെ ശോഭയിലാണ് മിഴി തുറന്നിട്ടുള്ളത്. അതെ, ഭൂമിയിലെ സകല മാതൃദീപങ്ങളും എണ്ണയില്ലാതെ പോലും എരിയുന്ന മറിയമെന്ന ദീപത്തിൻ്റെ ശോഭയിലാണ് ഭൂമിയിൽ മിഴി തുറക്കുന്നത്. കാരണം മറിയമെന്ന ദീപത്തിൻ്റെ തിരുനാളം ശ്ലീവായായിരുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം ഉള്ളിലാരോ മറിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം ഉള്ളിലാരോ മറിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ ദിവ്യാക്ഷരങ്ങളൊന്ന് വായിക്കട്ടെ, ഉറക്കെ വായിക്കട്ടെ. ഇതാ അവിടെ ഞാൻ വായിക്കുന്നു. സകലത്തെയും കെടുത്തുന്ന ജലത്തിൽ തീ അതിൻ്റെ ശക്തി തെളിയിച്ചുവത്രേ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ അതിമനോഹരമായ വാക്യം. മറിയത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ മനസ്സ് കണ്ടെത്തുന്ന ഈ വചനനാളത്തിന്, ഈ ജ്ഞാനപുസ്തക വാക്യത്തിന് പ്രത്യേകമായ ഒരു മരിയൻ ബന്ധമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ശരിയല്ലേ? സകല പ്രത്യാശനാളങ്ങളെയും നക്കിത്തുടയ്ക്കുന്ന സഹനത്തിൻ്റെ കാറ്റിൽ മറിയം തൻ്റെ ശോഭ തെളിയിച്ചു. മുള്ളിനിടയിലെ ലില്ലി എന്ന പോലെ വൈരുദ്ധ്യങ്ങളുടെ ഇടയിൽ, ദുഃഖങ്ങളുടെ ഇടയിൽ മിന്നുന്ന ഒരു താരശോഭ മറിയത്തിനുണ്ട് എന്ന് സമ്മതിക്കാതെ വയ്യ.
പക്ഷേ മഹാസങ്കടങ്ങൾ കൊണ്ടാണ് ദൈവം മറിയത്തിന് വിരുന്നൊരുക്കിയതെന്ന് തോന്നിപ്പോകും. ഒരുപാട് പ്രാർത്ഥിച്ചവൾക്ക് ഹൃദയത്തിലൊരു നെരിപ്പോട്, ഒരുപാട് താഴ്ന്നവൾക്ക് നെറുകയിലെരിഞ്ഞുകൊണ്ടേയിരിക്കുവാൻ ഒരു കനൽക്കട്ട. അതിനിടയിൽ മുകളിൽ നിന്ന് വന്നതും മുന്നിൽ നിന്നതും സാക്ഷാൽ ഗബ്രിയേൽ തന്നെയാണ് എന്ന് മറക്കുന്നില്ല. മനസ്സുകൊണ്ട് യൂദയായിലെ പെണ്ണുങ്ങളെല്ലാം കൊതിച്ച വാർത്തയാണ് അവൾ കേട്ടതും. യേശയ്യ മുൻകണ്ട ആ ദിവ്യകന്യക താൻ തന്നെയാണ് എന്നവൾ അറിയുകയാണ്. ഭാഗ്യം തന്നെ, സംശയമൊട്ടുമില്ല. മോഹമെന്ന് പറയാൻ ഒന്നും തന്നെ മറിയത്തിനില്ലായിരുന്നു എന്ന് ഓർക്കണം. അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ രക്ഷകന്റെ അമ്മയുടെ ദാസിപ്പെണ്ണ് ആകണമെന്നായിരുന്നു. അത് അതിമോഹമെന്ന് പറയാനാകുമോ? അറിയില്ല. അഥവാ അതിന് കഴിഞ്ഞാൽ തന്നെ കുഞ്ഞു രക്ഷകനെ കുളിപ്പിച്ചൊരുക്കാം, മടിയിൽ കിടത്തി ഹെബ്രായ പാട്ടിൻ്റെ ശീലുകൾ കുഞ്ഞിന് പാടിക്കൊടുക്കാം, രക്ഷകനെ ചോറൂട്ടാം. ജെറുസലേം യാത്രകളിൽ ആ കുഞ്ഞിമ്മാനുവേലിൻ്റെ നിഴലിൽ തണുവേറ്റു നടക്കാം. പെസഹായിക്ക് അവന് വേണ്ടി പുളിപ്പില്ലാത്ത അപ്പം ചുട്ടെടുത്തു കൊടുക്കാം. ദാവീദിൻ്റെ പാട്ടുകൾ അവനെ പഠിപ്പിക്കാം. അപ്പോൾ ഒരു സംശയം, എമ്മാനുവേലിന് എല്ലാം അറിയാമായിരിക്കുമല്ലോ. അവനൊരു ദാസിപ്പെണ്ണിൻ്റെ ആവശ്യം പോലും വരില്ല. യാഹ്വേയുടെ മടിയിൽ നിന്നും വരുന്നവനെ മനുഷ്യൻ എന്തു പഠിപ്പിക്കാൻ? എങ്കിൽ അത് വേണ്ട, അതൊന്നും വേണ്ട. എമ്മാനുവേൽ എന്നും വലിയവനായി തന്നെ ഭൂമിയിൽ നിൽക്കട്ടെ. അവൻ പിറക്കുന്ന വീടൊന്നറിഞ്ഞാൽ മതി. ദൂരെ മാറി നിന്ന് ഒട്ടും തടസ്സമാവാതെ ഒന്നും നോക്കിക്കാണാൻ കഴിയുമല്ലോ. ഒരുപക്ഷെ അതും അവൾ മോഹിച്ചില്ല. അപ്പോഴാണ് കൺമുമ്പിൽ സാക്ഷാൽ ഗബ്രിയേൽ വരിക. ഗബ്രിയേൽ ഒരു ദിവ്യ തേജസ്സായി മറിയത്തിൻ്റെ മുന്നിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതാ അത്ഭുതകരമായ ഒരു നേർക്കാഴ്ച. ലില്ലിപ്പൂക്കളെ തഴുകി വന്ന കാറ്റ് മറിയത്തെ ഉണർത്തി. ആരോ മനസ്സിൽ കുന്തിരിക്കം പുകച്ചു. ആത്മാവിൻ്റെ അലരികൾ ഏതോ ആനന്ദ കിന്നരത്തിൻ്റെ വിരൽ സ്പർശം കൊതിച്ചു തുടിച്ചു. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, ദൈവനാദം ഒഴുകിയിറങ്ങുകയാണ്. മറിയമൊന്ന് ഹൃദയപൂർവ്വം കാതോർത്ത്. ഹർമോൻ മലയിൽ ഏതോ അശരീരി മുഴങ്ങുന്നത് പോലെ. അങ്ങനെയൊന്നും പറയാൻ വയ്യ. മുന്നിൽ ശരീരിയായി തന്നെയാണല്ലോ ഗബ്രിയേൽ. തൊട്ടു നോക്കാനോ വിരലൊന്ന് ചലിപ്പിക്കാനോ വയ്യ. മീറത്തുള്ളികൾ ഉള്ളിൽ പെയ്തിറങ്ങുമ്പോൾ ഒന്നിനും കഴിയാതെ കേട്ടിരിക്കാനേ കഴിഞ്ഞുള്ളൂ. പക്ഷേ ഒന്നോർക്കാൻ അവൾക്ക് കഴിയുന്നുണ്ട്. അമ്മ ഹന്ന അന്നൊരിക്കൽ താൻ ഒരുപാട് കൊതിച്ച ഒരു ഷാരോൺ പൂ ആദ്യമായി കയ്യിൽ വെച്ച് തന്നപ്പോൾ പോലും ഇതിൻ്റെ 100-1 ആനന്ദമില്ലായിരുന്നു. പിതാവിനോടൊപ്പം ആദ്യമായി എലീശ ഇളമയുടെ വീട്ടിൽ പോയപ്പോൾ ഇതുപോലെ ഉള്ളു നിറഞ്ഞിരുന്നില്ല. ലെബനോനിലെ ഒലിവെണ്ണയിൽ ചുട്ടെടുത്ത മുന്തിരിയട ആദ്യമായി നുണഞ്ഞപ്പോഴും ഹൃദയം ഇത്ര തുടിച്ചിരുന്നില്ല. കാറ്റ് വല്ലപ്പോഴും ഒളിച്ചു കടത്തിത്തന്ന ദേവാലയത്തിലെ സുഗന്ധക്കൂട്ടും ഇത്രമേൽ ആനന്ദം പകർന്നിരുന്നില്ല. ഒരു നിമിഷം ഒരു കാർമേഘം പോലുമില്ലാതെ മറിയത്തിൻ്റെ മനസ്സ് തെളിഞ്ഞു നിന്നു. ഹൃദയശാഖികളിൽ മീവൽ പക്ഷി കുറുകി. അകത്തും പുറത്തും ആനന്ദ ജോർദാൻ. പെട്ടെന്നുള്ളിലൊരു കടലിളകി. ഉള്ളിൽ രാജാക്കന്മാരുടെ പുസ്തകം നിവർന്നു വരുന്നു. ഏലിയാ നിവ്യായെപ്പോലെ അവളും കണ്ടു. ഒരു മേഘം തലയ്ക്ക് മുകളിൽ ഉയരുന്നു. മനുഷ്യകരത്തോളം പോന്ന ഒരു ചെറുമേഘം. പെട്ടെന്ന് അത് മാനം മുട്ട വളർന്നു. മറിയത്തിൻ്റെ മനസ്സിൽ തുകൽ ചുരുളുകൾ വിടരുകയാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റേതു തന്നെ. അതിൽ നിന്നും പെറുക്കി പെറുക്കി മറിയം വായിക്കുകയാണ്. പെട്ടെന്ന് ആകാശം മേഘാവൃതമായി. കറുത്തിരുണ്ട് കാറ്റ് വീശി. ഉള്ളു കിതയ്ക്കുകയാണ്. ഏലിയായ്ക്ക് ആ മേഘം അന്ന് ആശ്വാസമായിരുന്നു. വരൾച്ച തീരുന്നതിൻ്റെ ശുഭസൂചന. മറിയത്തിന് തിരിച്ചാണ്. മനസ്സിൽ വളരുന്ന കാർമേഘം പരിഭ്രമം വളർത്തുകയാണ്. പെയ്തിറങ്ങിയ മീറത്തുള്ളികളെ കാറ്റുണക്കുന്നു. ഇപ്പോൾ ലില്ലികളില്ല. മനസ്സിൻ്റെ അസ്വസ്ഥത സീനായ് മലയേക്കാൾ ഉയരത്തിൽ നിൽക്കുന്നു. അത് അവൾക്ക് മാത്രം അറിയാം. അതുകൊണ്ട് ഗബ്രിയേൽ പറഞ്ഞ വചനം കേട്ട് അവൾ അസ്വസ്ഥയായി. ലൂക്ക എഴുതുന്നത് അങ്ങനെ തന്നെയാണ്. അതിനവളെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? കാരണം അവളും ഒരു സ്ത്രീയാണ്. യാഹ്വേ, നീ എന്നെ ഒരു വിജാതീയനോ സ്ത്രീയോ ആയി സൃഷ്ടിക്കാത്തതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥിച്ചു തഴങ്ങിയ പരീശന്മാരുടെയും സദൂച്യരുടെയും ഇടയ്ക്ക് വസിക്കുന്ന കേവലം ഒറ്റപ്പെട്ട ഒരു പെണ്ണാണ് മറിയവും. ഒട്ടും അനന്യത ആരും കൽപ്പിച്ചു കൊടുക്കാത്ത ഒരു അബല വ്യക്തിത്വം. പെണ്ണിന് എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ തന്നെ അത് ഭർത്താവിൻ്റെ ഉടമസ്ഥതയിൽപ്പെടുന്ന ഒരു വസ്തു എന്ന നിലയിൽ മാത്രം. യഹൂദനെ സംബന്ധിച്ചിടത്തോളം
പുരുഷന് വേണ്ടി നൈവേദ്യം പോലെ നീക്കിവെക്കപ്പെട്ടവളാണ് പെണ്ണ്. അവന് വേണ്ടി പിണം പോലെ മാറി നിൽക്കേണ്ടവളാണ് പെണ്ണ്. വിലയൊട്ടും വെച്ചിട്ടില്ലെങ്കിലും വ്യഭിചാരത്തിലെങ്ങാനും പിടിക്കപ്പെട്ടാൽ കേട്ടുകേൾവിയില്ലാത്ത ശിക്ഷകളാണ് അവൾക്ക്. പട്ടണത്തിന് പുറത്താക്കി പടിയടച്ച് പിണ്ടം വയ്ക്കും. പിന്നെ മരുഭൂമിയിൽ ഇതുവരെ വെറുതെ കിടന്ന കല്ലുകൾക്ക് ആഘോഷമാണ്. ആ കല്ലുകൾ മാത്രമാണ് ആ പെണ്ണിൻ്റെ ഓഹരി. എല്ലാവരും കൂടി കല്ലെറിഞ്ഞ് അവളെ കൊല്ലും. ഒരു കോവർ കഴുതയോട് പോലും ആരും ഇങ്ങനെ ചെയ്യില്ല. മരണമുഖം കണ്ട ഒരു കോവർ കഴുതയുടേതിനേക്കാൾ ദൈന്യത പെട്ടെന്ന് മറിയത്തിൻ്റെ ഉള്ളറിഞ്ഞു. മരുഭൂമിയിൽ നിന്നും വീശിയടിക്കുന്ന പൊടിക്കാറ്റിൽ ചോരമണം. ഗാഗുൽത്തായുടെ താഴ്വാരത്ത് ശവന്നാറിപ്പുക്കൾ ആർക്കുന്നു. കടന്നുപോയ കൂടാരത്തിരുന്നാളിൻ്റെ ഓർമ്മ ഒരു ചുടുകാറ്റ് പോലെ അവളെ പൊള്ളിച്ചു. നസറത്തിലുമുണ്ടായി അതുപോലെന്ന്. വ്യഭിചാരത്തിൽ ഒരു പെണ്ണ് പിടിക്കപ്പെട്ടു പോലും. പരീശന്മാർ ശരിക്കും ആ വാർത്ത ആഘോഷിക്കുകയായിരുന്നു. അത് പറഞ്ഞു ചിരിക്കുമ്പോൾ ഭ്രാന്തമായ ഒരു തിളക്കം അവരുടെ കണ്ണുകൾക്കുണ്ടായിരുന്നു. സ്വകാര്യമായ ചില താളഭംഗങ്ങളെ മറയ്ക്കാൻ അവർ ഇടയ്ക്കിടയ്ക്ക് വേദഗ്രന്ഥത്തിൽ കൈത്തളം കൊണ്ട് തട്ടുന്നുണ്ടായിരുന്നു. ഔഫേർ പൊന്നളന്നവരുടെ മടിയിലിട്ടാൽ പോലും ഇത്ര സന്തോഷം അവർ കാണിക്കുമായിരുന്നില്ല. വ്യഭിചാരത്തിൽ ഒരുവൾ പിടിക്കപ്പെട്ടത്രേ. എത്ര വിചിത്രമായിരിക്കുന്നു! വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടാൽ തന്നെ പിടിക്കപ്പെടുന്നത് ഒരാളാണോ? വ്യഭിചരിക്കപ്പെട്ടവരുടെ നെറ്റിയിൽ ജീവിതാന്ത്യം എഴുതിച്ചേർത്ത ഒരു ലെവിയാഥൻ അവനെവിടെ പോയി? പിടിക്കപ്പെട്ടത് ഒരു പെണ്ണ് മാത്രമോ? 2 ചെറിയ തൊട്ടുകൾ കാട്ടി മരുഭൂമിയേക്കാൾ ചുട്ടുപൊള്ളുന്ന അവളുടെ ജീവിതത്തിൽ കുരുക്കെറിഞ്ഞ ഏതോ ഒരു ലെവിയാഥൻ ചുടുമണ്ണിൽ വീണ മഴത്തുള്ളി പോലെ അയാൾ അപ്രത്യക്ഷനായോ? അയാൾ മാത്രം എവിടെ പോയി? ഒന്നോർക്കുന്നു മറിയം. പിടിക്കപ്പെട്ട പെണ്ണിൻ്റെ പാവമുഖം. മരുഭൂമിയിൽ ജലപ്രളയം വരുത്താൻ കഴിയും വിധം അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, മരണമോർത്തല്ല അവളുടെ മിഴികൾ ഇരമ്പിയത്. പെട്ടെന്ന് ഭാവം മാറുന്ന തിബേരിയസ് കടൽ പോലെ തൻ്റെ മുമ്പിൽ തരം പോലെ രൂപം മാറിയ മനസ്സുകളുടെ മാലിന്യം വീണ് നീറിയുമല്ല അവൾ കരഞ്ഞത്. പുഴുവിന് പോലുമുണ്ടല്ലോ ഒരസ്തിത്വബോധം. അതിലും മഹത്തരമായതൊന്ന് മനുഷ്യനുണ്ട്, ആത്മബോധം. അത് പകരുന്ന ദിവ്യമായ ഒരു അഭിമാനം. മുൾച്ചെടി കൊണ്ട് ചോരവാർന്ന മുറിവുകൾ വീണ്ടും വീണ്ടും വരഞ്ഞു കീറും പോലെ അവരെല്ലാം ചേർന്ന് അവളുടെ അഭിമാനം വരഞ്ഞു കീറിക്കളഞ്ഞു. അതുകൊണ്ടാണ് അവൾ പിടച്ചത്. മറിയം ഓർക്കുന്നുണ്ട്. പറിച്ചു കീറപ്പെട്ട അഭിമാനത്തിൻ്റെ ആ ഉടുവസ്ത്രവുമായി അവൾ തൻ്റെ മുമ്പിൽ മിഴിനീറി നിന്നത്. ഒടുവിൽ കണ്ടപ്പോൾ നസ്രത്തിലെ നീർച്ചോലയ്ക്ക് അരികിൽ വെച്ച് മനസ്സിലെന്തോ കത്തുന്നു മേരി, നീ അല്പം വെള്ളം കോരി ഒഴിക്കുമോ എന്നും ഒഴിഞ്ഞ അവളുടെ വാക്കിൻ്റെ അപാരത ചങ്കു തകർക്കുന്നു. അകം ചമന്ന 3-4 വിശിഷ്ടമായ അത്തിപ്പഴങ്ങൾ കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ ഒരു തുണ്ടുപോലും രുചിക്കാതെ ഒടുതുണിയിൽ പൊതിഞ്ഞുകെട്ടി വീട്ടിലേക്ക് ഓടിയ അവളുടെ വിയർപ്പുകാറ്റിൻ്റെ ഗന്ധം. കുനിഞ്ഞപ്പോൾ അരുവിയിലേക്ക് വീണ അവളുടെ കണ്ണുനീർത്തുള്ളികൾ. പിന്നെ കണ്ടതോ ദൂരഗ്രാമത്തിന് പുറത്ത് കഴുകന്മാർ കുത്തിവലിക്കുന്ന ഒരനാഥ ജഡം. തൻ്റെ സ്നേഹിതയായവൾ. എല്ലുകൾക്ക് വേണ്ടി കാട്ടുനായ്ക്കളുടെ യുദ്ധം. അരുവിയിൽ പിടിവിട്ടൊഴുകുന്ന ചോരക്കറയുള്ള അവളുടെ സ്നേഹത്തിൻ്റെ കുടം. പിന്നെ കൂടാരത്തിരുന്നാളിന് മോശയുടെ നിയമത്തെ പ്രതി നന്ദി പറഞ്ഞ് പാടിയ പരീശന്മാരുടെ പരുക്കൻ പാട്ട്. ഒരു വ്യഭിചാരിണിയെ മോശയുടെ നിയമപ്രകാരം തകർത്തുവത്രേ. അവരുടെ മുഖത്ത് അവർ നിർവഹിച്ച നീതിയുടെ നിറവ്. അതെ, കഴിഞ്ഞ കൂടാരത്തിരുന്നാൾ മറിയത്തിന് മറക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ കൊല്ലപ്പെട്ട തൻ്റെ സ്നേഹിതയുടെ സ്ഥാനത്ത് താൻ നിൽക്കുന്നതായി മറിയം അറിഞ്ഞു. തനിക്കു നേരെ അതേ വിധി ഇഴഞ്ഞു വരുന്നതായി മേരിക്ക് തോന്നി. വിവാഹ നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ. വിനയാന്വിതനായ ജോസഫിൻ്റെ മുഖവും ഒരുപാട് ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഒരു കാര്യം ഓർക്കാൻ പറ്റുന്നുണ്ട്, ജോസഫിൻ്റെ കണ്ണുകളിൽ ലില്ലിപ്പൂക്കൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ലില്ലിപ്പൂവിൽ കറുത്ത തേനീച്ച ഇരിക്കുന്നത് പോലെയായിരുന്നു ആ മിഴികൾ. ആ മിഴികളിൽ കൊതികളില്ലായിരുന്നു. പിന്നെ മതിവരാതൊഴുകുന്ന ഒരു സാന്ത്വന സരിത്തായിരുന്നു ജോസഫിൻ്റെ കണ്ണുകൾ. വിവാഹ നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ. ഒരുപാടൊന്നും ഓർമ്മിച്ചെടുക്കാനാവുന്നില്ല. ലില്ലിപ്പൂക്കളെ തൊട്ടൊഴുകുന്ന കാറ്റുപോലെ ജോസഫ് മെല്ലെ പറഞ്ഞത് ഓർക്കുന്നു. മേരി, നീതിമാനാണ് യാഹ്വേ, അവൻ്റെ നീതിയാണ്
എനിക്ക് മേലങ്കി. അവൻ്റെ നീതി തന്നെയാകണം നിൻ്റെയും മേലങ്കി. നീതി എന്ന വാക്ക് ജോസഫ് ഉരുവിട്ടപ്പോൾ അതൊരു വെള്ളരിപ്രാവ് പോലെ അത്രമേൽ അരുമയായി അവൻ്റെ ചുണ്ടിൻ്റെ ചില്ലയിൽ നന്നായി ചേർന്നിരിക്കുന്നത് മറിയം ശ്രദ്ധിച്ചു. നീതിമാൻ എന്ന വാക്ക് പറഞ്ഞപ്പോഴോ ആ ചുണ്ടുകൾക്ക് ഏതോ സ്വർഗീയ ഭംഗിയും കൈവന്നിരിക്കുന്നു. അവൾ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു, യാഹ്വേ, ജോസഫ് ശരിക്കും തിരുമുമ്പിൽ നീതിമാൻ തന്നെ. ദേവാലയത്തോട് ചേർന്നു വളർന്ന നാളുകളിൽ താനും പ്രാർത്ഥിച്ചതൊന്നു മാത്രമല്ലേ ഉള്ളൂ, യാഹ്വേ, നീ എൻ്റെ കൂടാരമാകണം. ഇപ്പോൾ ജോസഫിൻ്റെ മുഖം യാഹ്വയുടെ മുഖമാണെന്ന് മറിയത്തിന് തോന്നി. ആ കയ്യിലെ ഊന്നുവടി യാഹ്വയുടെ ചെങ്കോല് പോലെ. വിവാഹത്തിൻ്റെ വിദൂരമായ മുന്നൊരുക്കങ്ങൾ രണ്ടു വീട്ടിലും നടക്കുന്നുണ്ട്. നിശ്ചയം കഴിഞ്ഞ് ഏതാനും മാസങ്ങളെങ്കിലും കഴിയുമ്പോഴാണ് യഥാർത്ഥ വിവാഹം. ഭാര്യ-ഭർത്തൃ ബന്ധം അപ്പോൾ മാത്രമാണ്. ഗബ്രിയേലിൻ്റെ വാക്കുകൾ സത്യമായാൽ സഹവസിക്കുന്നതിന് മുമ്പ് ഒരു ഗർഭധാരണമുണ്ടാകും. നിശ്ചയം കഴിഞ്ഞപ്പോഴേ പെണ്ണു പിഴച്ചെന്ന് അയൽക്കാരും അടക്കം പറയും. പിന്നെ പരീശന്മാരറിയും. കഴിഞ്ഞ കൂടാരത്തിരുന്നാൾ വീണ്ടും ഓർമ്മയിലെത്തുന്നു. അരുവിയിലൊഴുകിപ്പോയ ചോരക്കറയുള്ള കുടം, വലിച്ചു കീറപ്പെട്ട തൻ്റെ അയൽക്കാരിയുടെ സ്മരണ തലയ്ക്ക് മുകളിലൂടെ കഴുകനെ പോലെ പറന്നുപോയി. അതിനേക്കാൾ ഭീതികരമായതൊന്നുണ്ട്. ജോസഫിൻ്റെ കണ്ണുകളിൽ വാടിക്കരിയുന്ന ലില്ലിപ്പൂക്കൾ, കണ്ണീര് വീണു നനയുന്ന അവൻ്റെ നീതിയുടെ മേലങ്കി, കയ്യിൽ നിന്നിളകി പിടിവിട്ട് ജോർദാനിൽ വീണു താഴുന്ന അവൻ്റെ കയ്യിലെ സ്നേഹത്തിൻ്റെ ഊന്നുവടി. ജോസഫ് വിധിക്കില്ലായിരിക്കും, പക്ഷെ വഞ്ചിച്ചവളായ ആ സന്നിധിയിൽ നിൽക്കേണ്ടി വന്നാൽ അത് മരണമാണ്. കാട്ടുപാതകൾ പോലെ കൂടിക്കുഴഞ്ഞ് വ്യക്തമല്ലാതെ ദൈവത്തിൻ്റെ തിരുവഴികൾ മറിയത്തിൻ്റെ മുമ്പിൽ കിടക്കുന്നു. മറിയം നിന്നൊരുകുകയാണ്. ഓർമ്മയിൽ പെട്ടെന്ന് സക്കറിയയുടെ രൂപം വന്നു. വാക്കുകൾ നഷ്ടമായ സക്കറിയ, മൗനിയാക്കപ്പെട്ട സക്കറിയ, തൻ്റെ ഇളയമ്മയുടെ പ്രിയ ഭർത്താവ്. ധൂപം വീശിയവന് സമ്മാനം മൗനം. ആൾക്കാർ പഴമൊഴി പോലെ പറഞ്ഞു ചിരിക്കുന്നത് അവളും കേട്ടിട്ടുണ്ട്. എന്നിട്ടും ശുശ്രൂഷയുടെ ദിനങ്ങൾ പൂർത്തിയാകും വരെ സക്കറിയ ദേവാലയത്തിൽ ചിലവഴിച്ചത്രേ. തൻ്റെ അധരം പൂട്ടിയ യാഹ്വയെ വാഴ്ത്താൻ തന്നെ. വന്നു ചോദിച്ചവരോട് ദർശനത്തിൻ്റെ കാര്യം പറഞ്ഞൊപ്പിക്കാനും ശ്രമിച്ചു. പലരും മതിഭ്രമമാണെന്ന് പറഞ്ഞു. സക്കറിയായ്ക്ക് പരാതിയില്ല. മനുഷ്യൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റുമോ? അതുകൊണ്ട് അവനവരോട് ആംഗ്യം കാണിക്കുകയും ഓമനായി കഴിയുകയും ചെയ്തു എന്നാണല്ലോ ലൂക്ക എഴുതി വച്ചിട്ടുള്ളത്. തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അയൽക്കാരി വഴി അത്രയുമൊക്കെ മേരിയും അറിഞ്ഞിരുന്നു. അവൾ ഓർത്തു, യാഹ്വേ, അതുപോലെ ഒരു ദർശനമാണല്ലോ താനും കാണുന്നത്. കത്തിജ്വലിച്ചു നിൽക്കുന്ന കനകവിളക്ക് പോലെ ഗബ്രിയേൽ മുന്നിൽ. നാവനങ്ങുന്നില്ല, അധരമനങ്ങുന്നില്ല. എങ്കിലും എങ്ങനെയോ മേരി പറഞ്ഞൊപ്പിച്ചു, ദൈവദൂതാ, ഇതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളു പടയുന്നു. ഇതെങ്ങനെ സംഭവിക്കും? പുരുഷനെ ഞാൻ അറിയുന്നില്ലല്ലോ. അത്രയും പറഞ്ഞപ്പോൾ തീർത്തും മാനുഷികമായൊരാദിയാൽ അവളുടെ വസ്ത്രങ്ങൾ പോലും വിയർത്തു കുതിർന്നു. വാക്കു നഷ്ടപ്പെട്ട വയോധികനായ സക്കറിയായുടെ മുഖം വീണ്ടും തെളിയുന്നു. അവൾ അല്പം ഭയന്നു. ദൈവമേ, അങ്ങനെ സംശയം ചോദിച്ചതിനാണല്ലോ സക്കറിയായും മൗനയാക്കപ്പെട്ടത്. അഥവാ അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ ചങ്കുനീറി ഞാൻ വീണുപോകും. അപ്പോൾ മറിയം കണ്ടു, ഗബ്രിയേൽ പുഞ്ചിരിക്കുന്നു. ഹെർമോൻ മലയിലെ മഞ്ഞു തിളക്കമുള്ള ഒരു നറുപുഞ്ചിരി. പിന്നെ മറിയത്തെ നോക്കി ശാന്തമായി ദൂതൻ ഒഴിഞ്ഞു, മറിയം, ഭയപ്പെടണ്ട, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി നിന്റെ സംശയത്തിൻ്റെ കുരുക്ക് അഴിക്കും. അവൻ നിന്നിൽ ആവസിക്കും. ആ വചനം യാഹ്വേ പറഞ്ഞേൽപ്പിച്ചതുപോലെ തോന്നി മറിയത്തിന്. അത് പറഞ്ഞപ്പോൾ പ്രകാശിക്കുന്ന ആ വലതുകരം മേരിയുടെ നെറുകയിൽ സ്പർശിച്ചു നിന്നതായി അവൾ അറിഞ്ഞു. ആ വചനം കൊടിലാലെന്ന പോലെ അവളുടെ മനോഭാരം എടുത്തു മാറ്റി. ഉള്ളിൽ മഴ മാറുകയാണ്, മാനം തെളിയുകയാണ്. കറ്റ ചുമന്ന് തിരികെ വരുമ്പോൾ കൊയ്ത്തുകാർ പാടുന്ന ഒരു പഴംപാട്ട് ഉള്ളിൽ ആരോ പാടുന്നു. ആശങ്കകളുടെ മേലെ പ്രത്യാശ കതിരിട്ടിരിക്കുന്നു. പെട്ടെന്ന് അവളുടെ ഹൃദയം ഒരു നാർദീൻ തടാകത്തിൽ മുങ്ങിപ്പോയി. അവാച്യമായ ഒരു ആനന്ദം മറിയത്തിൻ്റെ ഹൃദയത്തിലേക്ക് അരിച്ചിറങ്ങി. അവൾ ഉരുവിട്ടു, ആവർത്തിച്ച് ഉരുവിട്ടു. പരിശുദ്ധാത്മാവ് എൻ്റെ മേലെ വരും. അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ മേലെ വരും.
മണവാളനായ പരിശുദ്ധാത്മാവ് തൊടാതെ തൊട്ടു നിൽക്കുന്നു. ഉള്ളിലൊരു സങ്കീർത്തനം ചിറകടിച്ചാർക്കുന്നു. അപ്പോൾ വീണ്ടും ദൂതൻ കൂട്ടിച്ചേർത്തു, നിനക്കൊരു സാക്ഷ്യപത്രം കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിന്റെ ഇളയമ്മ എലീശായും ഉദരത്തിലൊരു കുഞ്ഞിനെ സംവഹിക്കുന്നുണ്ട്. അവൾക്ക് ഇത് 6-ാം മാസമാണ്. വന്ധ്യയെന്ന് കരുതപ്പെട്ടവളും എഴുതി തള്ളപ്പെട്ടവളുമാണ് അവളെന്ന് നീ ഓർക്കണം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയത്തിൻ്റെ അധരം മഞ്ഞുപോലെ തണുത്തുപോയി. താങ്ങാനാവാത്ത ആനന്ദത്താൽ അവളുടെ മനസ്സു കിതച്ചു. ദൂതൻ്റെ വാക്കുകളുടെ പൊരുൾ മറിയം തിരിച്ചറിഞ്ഞു. ആയുസ്സിൻ്റെ അവസാന വാക്ക്, ഓ എൻ്റെ ദൈവമേ, മനുഷ്യൻ്റേതല്ല, ദൈവത്തിൻ്റേതാണ്. ആയുസ്സിൻ്റെ വേദഗ്രന്ഥം എഴുതുന്നതും അങ്ങു തന്നെ. മഷിയും പേനയും അവിടുത്തെ കൃപ തന്നെ. ദൈവം കൃപ നിറയ്ക്കും. നമ്മൾ നിരന്തരം അത് കണ്ടെത്തിയാൽ മാത്രം മതി. ദൂതൻ്റെ വേറിട്ട അഭിവാദനങ്ങളുടെ അർത്ഥം അതാണ്. കൃപ നിറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, ദൈവത്തോട് ചേർന്ന് കൃപ നിരന്തരം കണ്ടെത്തുകയും വേണം. ഈ നൈരന്തര്യത്തിൻ്റെ തിരി അണയരുത്. അതും മറിയത്തിന് മനസ്സിലായി. പെട്ടെന്ന് ദൈവിക ജ്ഞാനം ആത്മാവിൻ്റെ വിരിപ്പിൽ ചുരുൾ നിവർത്തി. അവളുടെ പാനപാത്രം കവിഞ്ഞൊഴുകി. ഹൃദയം ലെബനോൻ കാരകിൽ പോലെ ഇളകിയാടി. അമ്മ പണ്ട് പഠിപ്പിച്ച സങ്കീർത്തന വാക്യങ്ങൾ മറിയത്തിൻ്റെ ഹൃദയത്തിൽ തളർച്ചൂടി. അവൾ മെല്ലെ ശ്വസനപ്പൂ പോലെ ശാന്തമായി മിഴി തുറന്നു. ഒന്നും ആശിച്ചിട്ടില്ല നാഥ, ആശിക്കാൻ പോലും അർഹത എനിക്കുണ്ടായിരുന്നുമില്ല. കുരുവിയെയും ചങ്ങാലിയെയും പോലെ അങ്ങയുടെ ആലയത്തിൽ കൂട് കെട്ടണമെന്നേ ഞാൻ മോഹിച്ചിട്ടുള്ളൂ. ദാസി മാത്രമാണ് ഞാൻ, വെറുമൊരു ദാസി. എൻ്റെ പ്രഭുവും യജമാനനുമായ യാഹ്വേ, അവിടുത്തെ ദാസി മാത്രമാണ് ഞാൻ. നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അത്രയും പറഞ്ഞ് തൻ്റെ ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവിന് നൽകിയപ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് മീറയും വിരൽത്തുമ്പുകളിൽ നിന്ന് മീറത്തുള്ളിയും നിലത്ത് ഇറ്റു വീഴുന്നത് മറിയം അറിഞ്ഞു. അവൾ ഉള്ളാലെ ആവർത്തിച്ചു, പരിശുദ്ധാത്മാവ് വരും, പരിശുദ്ധാത്മാവ് വരും, എന്നിൽ ആവസിക്കും. കണ്ടോ, യാഹ്വേ എന്ന ഏക ആശ്രയം ഏക ചിന്തയുമേ അവൾക്കുള്ളൂ. യാഹ്വേ എന്ന ഏക ആശ്രയവും ഏക ചിന്തയുമേ മറിയത്തിനുള്ളൂ. പഴയ നിയമത്തിലെ പരിശുദ്ധ കന്യകകളുടെ തലപ്പത്ത് നിൽക്കുന്നവളാണ് അവൾ. കൃപ നിറഞ്ഞവൾ. മേൽപ്പറഞ്ഞ വാക്യം എത്രയോ ശരി. ദൂതൻ മുന്നിൽ നിന്നും മറഞ്ഞു. എങ്കിലും ദൂതൻ പകർന്ന ദൈവിക ജ്ഞാനത്തിൻ്റെ തിരി മറിയത്തിൻ്റെ ഉള്ളിലെരിയുകയാണ്. ആ വെളിച്ചത്തിൽ മറിയം മാലാഖയെപ്പോലെ ഒരു പുതിയ ദൈവിക രഹസ്യം കൂടി വായിച്ചറിഞ്ഞു. ശാപമെന്ന് കരുതപ്പെട്ട മൗനം സക്കറിയായ്ക്ക് സന്തോഷത്തിൻ്റെ നാന്ദിയായിരുന്നു എത്രേ. ദൈവമേ, എന്താണിത്? ലോകം മുഴുവൻ സഹനം, ശാപമെന്നൊക്കെ പറഞ്ഞപ്പോൾ സക്കറിയായ്ക്ക് മാത്രം മൗനം ശാപമല്ലായിരുന്നു എത്രേ. കാരണമുണ്ട്. ദൂതൻ 2 കാര്യങ്ങളാണ് അവനോട് പറഞ്ഞത്. ഒന്ന്, എലീശാ ഗർഭം ധരിക്കും. വിവാഹത്തിൻ്റെ സ്വാഭാവിക വഴികളിൽ അത്തരമൊരു അതിശയത്തിൻ്റെ സാധ്യത അബ്രഹത്തിൻ്റെ സന്തതി തള്ളിക്കളയരുതായിരുന്നു. അതാണ് സക്കറിയായ്ക്ക് പറ്റിയ തെറ്റ്. താൻ വിവാഹിതനാണ് എന്ന കാരണത്താൽ ദൈവത്തിൻ്റെ വഴി എപ്പോഴെങ്കിലും തുറക്കപ്പെടാം എന്നവൻ അറിയേണ്ടതായിരുന്നു. എന്തുകൊണ്ടോ അവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ദൂതൻ 2ാമത് ഒരു കാര്യം പറഞ്ഞു, നീ ഇക്കാരണത്താൽ മൂകനാകും. അതാവട്ടെ, ആദ്യം ദൂതൻ പറഞ്ഞ കാര്യം നിറവേറും വരെയാണ് എന്ന് ദൂതൻ വ്യക്തമാക്കുകയും ചെയ്തു. ആ നിമിഷം തന്നെ സക്കറിയ മൂകനായി. ആ മൗനം, ആ സഹനം തുടങ്ങിയപ്പോഴേ സക്കറിയായ്ക്ക് ഒരു കാര്യം സന്തോഷകരമായി തോന്നി. എന്തെന്നാൽ ദൂതൻ പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒന്നിതാ നിറവേറിക്കഴിഞ്ഞിരിക്കുന്നു. താൻ മൂകനായി തീർന്നിരിക്കുന്നു, വാ മൂടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും തന്നെ പരിഹസിക്കുമ്പോഴും കുറ്റം വിധിക്കുമ്പോഴും ആ മൗനസഹനത്തിൻ്റെ മണിക്കൂറുകളിൽ സക്കറിയ മാത്രം പ്രത്യാശിച്ചു. 2ാമത്തെ കാര്യം, ദൂതൻ പറഞ്ഞ 2 കാര്യങ്ങളിൽ 2ാമത്തേത് നിറവേറിയെങ്കിൽ, വാക്കിൻ പ്രകാരം തൻ്റെ വാ പൂട്ടപ്പെട്ടെങ്കിൽ, ആദ്യത്തെ കാര്യം എലീശാ ഗർഭസ്ഥയാകുക എന്ന കാര്യവും നടക്കും. അങ്ങനെ മൗനസഹനം സക്കറിയായ്ക്ക് മഹാസന്തോഷത്തിൻ്റെ നാന്ദിയായി തീർന്നു. മറിയവും ഉള്ളിൽ പറഞ്ഞു, യാഹ്വേ, മൗനവും സഹനവും ദുരിതവും
വരാൻ പോകുന്ന പിറവിയുടെ മുന്നോടിയായി കാണാൻ എന്നെയും ലോകത്തെയും പഠിപ്പിക്കണമേ. പിന്നെ താമസിച്ചില്ല. മറിയം ചലിച്ചു തുടങ്ങി, കാറ്റുപോലെ ചലിച്ചു തുടങ്ങി. കാരണം കാറ്റിൻ്റെ ചിറകിൽ സഞ്ചരിക്കുന്നവനാണല്ലോ അവളുടെ ഉള്ളിൽ പരിശുദ്ധ റൂഹ. അവൾ ചാടിയണീറ്റു. ദേവദാരു പലക കൊണ്ടുണ്ടാക്കിയ പെട്ടിയിൽ അത്തിയടയും കുറേ മുന്തിരിയടയും ചേർത്ത് വെച്ചു. ഉപ്പിലിട്ട ഒലിവുകായും വറുത്ത തിനമണികളും ശേഖരിക്കാനും മറന്നില്ല. സത്യത്തിൽ മറിയം തന്നെ മറന്നുപോയിരുന്നു. അവളുടെ ഉദരം പണ്ടുതന്നെ മാംസമെടുക്കുന്ന വചനത്തെ സ്വീകരിച്ചു കഴിഞ്ഞു. എങ്കിലും മറിയമെല്ലാം മറന്നുപോയി. സ്വർഗം പോലും മാനിക്കുന്ന ഒരു മറവിയാണ് മറിയത്തിൻ്റെത്. തന്നെയും തൻ്റെ ഭാഗ്യങ്ങളെയും പാടെ തള്ളുന്ന ആത്മവിസ്മൃതി, മുന്നിലുള്ള ഇതര വ്യക്തിയിലേക്ക് മിഴി തുറക്കുന്ന മറവി. പിന്നെ താമസിച്ചില്ല. അത്തിപ്പഴവും മുന്തിരിയടയും ഒരു കൂടയിലാക്കിയ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഐൻ കരീം എന്ന പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അത്രയൊന്നും തിടുക്കം വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത്തിപ്പഴവും മുന്തിരിയടയും കൊടുക്കുന്നതിനൊന്നും എതിരുമല്ല. പക്ഷെ അതെല്ലാം സ്വയം കൊണ്ടുപോയി കൊടുക്കണം എന്നെന്താ ഇത്ര നിർബന്ധം? 1 2 നാണയത്തിനൊരാളെ ശട്ടം കിട്ടിയാൽ പോരെ? വിശദമായിട്ടൊരു കത്തും വയ്ക്കാം. ഏതായാലും ഗർഭാവസ്ഥയിൽ ആ കുന്നും മലയും നടന്നലഞ്ഞു പോകേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ആദ്യ ദിവസങ്ങളിൽ വളരെ സൂക്ഷിക്കേണ്ടതല്ലേ? ശരിക്കും അതുതന്നെയായിരുന്നു നല്ലത്. ആരെയെങ്കിലും അത്രടം വരെ ഒന്ന് അയക്കുക. അതിനപ്പുറം നീളുന്ന ഒരു ബന്ധം ഇളയമ്മ പോലും കന്യകപ്പെണ്ണ് മറിയത്തിൽ നിന്ന് കൊതിക്കുകയില്ലല്ലോ. തന്നെയുമല്ല, മെസ്രയൻ ജനത കാത്തിരിക്കുന്ന മെസയായെയാണ് മറിയം ഉദരത്തിൽ വഹിക്കുന്നതെന്നും ഓർക്കണം. ഞാനിങ്ങനൊക്കെ ഓർക്കാറുണ്ട്. മറിയം ചെയ്യേണ്ടിരുന്നത് ഇങ്ങനെയല്ലേ? കുറച്ച് നല്ല ഒലിവെണ്ണയും ഒലിവുകായും ഒക്കെ കഴിച്ച് തൊടിയിൽ നിന്ന് നേരിട്ട് പറിച്ചെടുത്ത മുന്തിരിയോ ബദാമോ ഒക്കെ ചവച്ച് അവൾ നന്നായി വിശ്രമിക്കേണ്ട നേരമാണ്. പക്ഷേ അതൊന്നും അവൾ ഓർത്തില്ല. അവൾ തന്നെ മറന്നുപോയി. എന്നാൽ മറിയം തന്നെ മറന്നത് ദൈവം മറന്നില്ല. ഈ മറവിയിൽ നിന്നും ഉടലെടുത്ത, മറ്റുള്ളവരെക്കുറിച്ചുള്ള ഓർമ്മയിൽ നിന്നും ഉടലെടുത്ത ഒരു തിടുക്കമാണ് മറിയത്തിനുള്ളത്. ഹീബ്രു ബൈബിള് പറയുന്നത് അവൾ കാറ്റുപോലെ പോയത്, കാലുപോലെ നിലത്ത് വയ്ക്കാതെ. അവൾക്ക് നിയമത്തെ വെല്ലുന്ന നീതി അണിയണം. ജോസഫ് സ്വപ്നം കണ്ട ദൈവനീതിയോടെ അതേ വസ്ത്രമണിയണം. ലില്ലി പോലെ ജോസഫിൻ്റെ മിഴിയിൽ പൂത്ത കരുണയുടെയും ആർദ്രസ്നേഹത്തിൻ്റെയും നീതി തനിക്കും അണിയണം. അതുകൊണ്ട് അവൾക്ക് തിടുക്കത്തിൽ പോയേ പറ്റൂ. പെട്ടെന്നൊരിക്കൽ കൂടി നീതിമാന്റെ മുഖം മറിയം കണ്ടു. ഹൃദയധൂപം പുകഞ്ഞു. ദൈവമേ, ആ മിഴികളിലെ ലില്ലിപ്പൂക്കൾ വാടരുത്. സദ്വാർത്ത ഗർഭം ധരിച്ചിരിക്കുന്നു എന്നൊക്കെ ഒരു യഹൂദ പുരുഷനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. ദൈവം അനുവദിച്ചിട്ടാവണം. മാനുഷികമായ ഉത്കണ്ഠ വീണ്ടും അവളുടെ ഹൃദയത്തെ തകർത്തു. മറിയമോർത്തു, ഏതായാലും ജോസഫിനെ ഒന്ന് അറിയിച്ചിട്ട് മതി യാത്ര. കണ്ടോ എല്ലാം സമർപ്പിച്ചവന് തിടുക്കത്തിലും തിരക്കിലും പോലും ഒന്നിലും പിഴവ് വരുന്നില്ല. സമർപ്പിച്ചവൻ്റെ സഹചാരി സർവേശ്വരനാണ്. തിരക്കിനിടയിലും അവൻ്റെ ഓർമ്മകൾ മങ്ങുന്നില്ല. അവരുടെ പാദങ്ങൾക്ക് കലമാനെ വെല്ലുന്ന വേഗത നൽകുന്ന ദൈവം ഹൃദയദീപത്തിൽ വിവേക തൈലവും ചേർത്തു തരും. മറിയം അതിൻ്റെ തെളിവാണ്. മറിയം യാത്ര തുടങ്ങിക്കഴിഞ്ഞു. എലീശ്വാമയുടെ വീട്ടിലേക്കാണ് യാത്ര. മറിയത്തിനൊരു ധ്യാനം തന്നെയായിരുന്നു. ചുറ്റുമുയർന്നു നിൽക്കുന്ന മലകൾ മറിയം കണ്ടു. മനസ്സിലവൾ മന്ത്രിച്ചു, മലകൾ ഓർശ്രത്തെ എന്ന പോലെ കർത്താവ് തൻ്റെ ജനത്തെ വലയം ചെയ്തു രക്ഷിക്കും. സങ്കീർത്തനം അവളും ഏറ്റുപാടി. തിടുക്കത്തിലുള്ള യാത്രയായതുകൊണ്ടാവാം മലകൾ കലമാനെ പോലെയും കുന്നുകൾ കുഞ്ഞാടിനെ പോലെയും തുള്ളിച്ചാടുന്നതായി അവൾക്ക് തോന്നി. താൻ സ്വർഗത്തിലൂടെ പറക്കുകയാണെന്നും എനിക്ക് തോന്നി. പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കുന്നു. മേലെ നീതിസൂര്യൻ ചിറകടിക്കുന്നു. മറിയം ആവർത്തിച്ചു സങ്കീർത്തനം പാടി. വഴിയരികിൽ ചെമ്മരിയാട്ടിൻ പറ്റം കുറേ സമയം പച്ചപ്പുല്ലിൽ നിന്ന് ശിരസുയർത്തി മറിയത്തിൻ്റെ പാട്ടു കേട്ടു നിന്നു. കാണാതറിയാവുന്ന 107 സങ്കീർത്തനം മറിയം ഉറക്കപ്പാടി. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ദേവാലയ ഗോപുരത്തിലേക്ക് പറന്നുപോകുന്ന അരിപ്രാക്കൾക്കും കുരുവികൾക്കും
കൂടയിൽ നിന്ന് മുന്തിരിയട വിതറാനും അവൾ മറന്നില്ല. സ്മരിക്കേണ്ടതൊന്നും മറക്കാതെ സ്വയം മറന്ന മറിയം ഒരു വിസ്മയമായി നമുക്ക് മുന്നിൽ നിൽക്കുന്നു. ഓർക്കേണ്ടതൊന്നും മറക്കാതെ മറിയം ഒരത്ഭുതമായി നിൽക്കുന്നു. അരുവിക്കരയിലെ സക്കറിയായുടെ വീട് ദൂരെ നിന്ന് തന്നെ കാണാം. മറിയം അത് കണ്ടു. അരുവിക്കരയിൽ അത്ഭുതത്തിൻ്റെ വീടിരിക്കുന്നു. അത്ഭുതം ഏറ്റുവാങ്ങിയ എലിശുവാമയുടെ വീട്. മറിയം തിടുക്കത്തിൽ ആ വീട്ടിലേക്ക് ഓടിക്കയറി. അവൾ അറിയാതൊരു സത്യം വെളിപ്പെടുത്തുകയായിരുന്നു. നിരന്തരം നന്ദി പറയുന്നവൻ അവൻ പോലും അറിയാതെ അത്ഭുതത്തിൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറും. തിടുക്കം കൊണ്ട് മറിയത്തിൻ്റെ മുഖം മുറിച്ച മാതളം പോലെ ചുവന്നു തൊടുത്തു. ഉഷസിൻ്റെ ചോണിമയില്ലേ, അതുതന്നെ. കുന്തിരിക്കമലയിൽ ഓടിക്കയറിയതുപോലെ ഹൃദയം സുഗന്ധ നിർഭരമായി. ചന്ദ്രനെ പോലെ അവളുടെ മിഴികൾ തിളങ്ങി. എങ്കിലും വികാരാവേശങ്ങൾ ഇല്ല. മുദ്രവെച്ച നീരുറവ പോലെ അവളിൽ സ്നേഹവും നന്മയും മൃദുവായി തുളുമ്പി. റൂഹായുടെ പ്രിയമണവാട്ടി മറിയം ഇളയമ്മയുടെ വീടിൻ്റെ വാതിൽപ്പടിയിൽ സ്നേഹക്കിതപ്പോടെ നിന്നു. പിന്നെ അവൾ ആദരവോടെ ആ വാതിൽ തുറന്നകത്തെത്തി. എലീശുവാമയാകട്ടെ ജെറൂസലമിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുനൂലുകൊണ്ട് ഒരു കുഞ്ഞുടുപ്പ് നെയ്യുന്നു. മറിയം യുവത്വത്തിൻ്റെ കറയില്ലാത്ത വാത്സല്യത്തോടെ പതുങ്ങി മെല്ലെ പിന്നിലൂടെ എത്തി എലീശുവാമയുടെ പിന്നിൽ കാത്തുനിന്നു. എലീശുവാമ വലിയ പാട്ടുകാരിയെ പോലെ പാടുകയാണ്. അബ്രാമിനു കിട്ടി ഇസാക്കിനെ, ഹനായ്ക്കു കിട്ടിയേ സമൂവേലിനെ, പിന്നെ തൻ കാലം തികഞ്ഞ കാലം എളിയോളിവൾക്കും നീ പുണ്യമേകി. പിന്നെ തൻ കാലം തികഞ്ഞ കാലം എളിയോളിവൾക്കും നീ പുണ്യമേകി. അബ്രാമിനു കിട്ടി ഇസാക്കിനെ, ഹനായ്ക്കു കിട്ടിയേ സാമുവേലിനെ. എലീശുവാമ പാടി തുന്നൽ പണിയിൽ വ്യാപൃതയാണ്. മറിയം ശരിക്കും ആ കാഴ്ച കണ്ട് സന്തോഷിച്ചു. സൂചിയിൽ നൂലുകോർക്കുമ്പോഴുള്ള ഒരു ജാഗ്രത വേണ്ടിയില്ലായിരുന്നു എന്ന് വരികിൽ മുത്തശ്ശി ഇളയമ്മ ശരിക്കും നൃത്തം ചെയ്തേനെ എന്നവൾക്ക് തോന്നി. അതിനെന്താ, ചെയ്യട്ടെ, പാടിയാടട്ടെ. അനുഗ്രഹങ്ങളുടെ നിറവിൽ പാട്ടും കവിതയും കലയുമൊക്കെ ആരിലും ചിറക് വിരിക്കും. വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ പാടിയാടിയില്ലേ ദാവീദ്? നിറഞ്ഞ ദൈവാനുഭവം ആരെയും കലാകാരനാക്കും. അഥവാ ദൈവാനുഭവമില്ലാതെ കലയില്ലല്ലോ. ഒരുപക്ഷെ പ്രപഞ്ചത്തിൻ്റെ കലാകാരനെ കണ്ടറിയാത്തവനായ ഒരുവൻ പാടിയാലും ആടിയാലും താൽക്കാലികമായി കണ്ണും കരളും തരളിതമായേക്കാം. എങ്കിലും ആത്മാവൊന്നും ജ്വലിക്കില്ല. മറിയം ശരിക്കും കൃപയുടെ നടന താളം അറിയുകയാണ്. മറിയം ഉറക്കെ വിളിച്ചു, ഇളയമ്മേ, ഇളയമ്മേ. എലീശുവാമ കാറ്റിലെത്തിയ ആ അനുപമ സുഗന്ധ ശബ്ദം തിരിച്ചറിഞ്ഞു. ഇതാ മേരി. ആ വാത്സല്യാതിശയം കെട്ടടങ്ങും മുമ്പ് മറിയം ഓടിയടുത്തു വന്ന ഇളയമ്മയെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞു. എൻ്റെ ഇളയമ്മേ, എൻ്റെ മനസ്സു നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഓ, ഒരു കുഞ്ഞു സാമുവൽ, അല്ലെങ്കിൽ ഒരു കുഞ്ഞു ദാനിയേൽ ഇളയമ്മയിൽ നിന്നും പിറക്കട്ടെ. മറിയം മനസ്സ് തുറന്ന് തൻ്റെ ആഗ്രഹം പങ്കുവച്ചു. പിന്നെ തൻ്റെ ഇളയമ്മയെ വലിയ ആദരവോടെ ഇറുകെ കെട്ടിപ്പിടിച്ചു. ഒലിവെണ്ണയിൽ പാലു ചേർത്ത് വറുത്തെടുത്ത തിനമണികൾ അവളുടെ കൂടയിൽ നിന്നും പവിഴമഴ പോലെ താഴത്ത് വീണു ചിതറി. ഇളയമ്മേ, അനുഗ്രഹവും അഭിവാദനവും ഇളയമ്മയ്ക്ക് ഞാൻ നേരുന്നു. മറിയത്തിൻ്റെ വാക്കുകൾ വീണ്ടും വീണ്ടും മുഴങ്ങുകയാണ്. അതിന് തിനമണികൾ ചിതറിത്തെറിക്കുകയാണ്. ആ സ്നേഹ വാക്മയമാരിയിൽ നനഞ്ഞ് എലീശുവാമ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ ഉദരത്തിൽ പ്രജയൊന്നിളകി. പിന്നെ അവനകത്ത് കിടന്നൊന്ന് കുതിച്ചു ചാടി. എലീശുവയുടെ ശരീരം പോലും ഒന്ന് ഉലഞ്ഞുപോയി. അത്ര ശക്തമായിരുന്നു അവൻ്റെ കുതിപ്പ്. അപ്പോൾ തന്നെ ഒരു മേഘം തന്നെ മൂടുന്നത് അവൾ അറിഞ്ഞു. പറയാനറിയാത്ത ഒരു ആനന്ദം സിരകളിൽ. മിഴി തുറന്നിരിക്കെ തന്നെ എലീശുവ ഒരു കാഴ്ച കണ്ടു. ചിറകു വിരിച്ചു പ്രഭാത സൂര്യൻ തൻ്റെ ഉള്ളിലേക്ക് പറന്നു വരുന്നു. വരുന്ന വരവിൽ അത് മറിയത്തിൻ്റെ നെറുകയിൽ ആഴമായി ഉമ്മവയ്ക്കുന്നു. പാദങ്ങൾക്കു ചുറ്റും തിനമണികൾ തുളുമ്പുന്നു. ഉള്ളോ കവിഞ്ഞൊഴുകുന്നു. ആ അഭൗമ ആനന്ദത്തെ പരിശുദ്ധാത്മാവെന്ന് വിളിക്കാൻ അന്ന് അവൾക്കറിയില്ലായിരുന്നു. അടുത്ത നിമിഷം ജ്ഞാനത്തിൻ്റെ പക്ഷി എലീശുവാമയിൽ കുറുകി തുടങ്ങി. അത് ദിവ്യരഹസ്യങ്ങളുടെ പൊരുൾ മെല്ലെ അവളോട് മൊഴിഞ്ഞു തുടങ്ങി.
അത് കുറുകിപ്പറഞ്ഞ ദിവ്യരഹസ്യങ്ങൾ കേട്ട് എലീശാമ്മ തുള്ളിച്ചാടിപ്പോയി. അതിനെല്ലാം കൂടി ഒറ്റ നിമിഷമേ വേണ്ടി വന്നുള്ളൂ. അത് മതിയല്ലോ. പരിശുദ്ധാത്മാവിന് നിന്നിൽ ഇടപെടുവാൻ നിമിഷാർദ്ധം പോലും നീണ്ട കാലമല്ലേ? ഇന്നലെയും ഇന്നുമെന്നും ഒരുവൻ തന്നെയായ ദൈവത്തിനൊപ്പം നിർത്തപ്പെട്ടപ്പോൾ എലീശാമ്മ ആ നവ്യ സത്യമറിഞ്ഞു. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന മറിയം കേവലം ഒരു കൊച്ചു പെണ്ണല്ല. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന മറിയം കേവലം ഒരു കൊച്ചു ചാർച്ചക്കാരിയുമല്ല. ഇവളിൽ യേശയ്യായുടെ ദർശനം പൂത്തുലയുന്നു. കഴിഞ്ഞ 5 മാസം താൻ ആരോടും പറയാതെ ഒളിച്ച ഈ സന്തോഷ രഹസ്യം മറിയം അറിഞ്ഞത് എങ്ങനെയെന്ന് ജ്ഞാനം പരിശുദ്ധാത്മാവ് എലീശായ്ക്ക് വെളിവാക്കി. സക്കറിയായുടെ ആംഗ്യഭാഷയിൽ തെളിയാതെ പോയ സത്യങ്ങൾ ഇപ്പോഴിതാ കൃത്യമായി ആത്മാവിൽ ജ്വലിച്ചു വരുന്നു. ഒരേ ഗബ്രിയേൽ ദേവാലയത്തിലും നസ്രത്തിലും ഉദരങ്ങളിൽ ദൈവം തെരഞ്ഞെടുത്ത 2 പ്രജകൾ. ഒരുവൻ അപരന് വഴികാട്ടി. വെളിപാടുകൾ മറനീക്കി കടാവിളക്ക് പോലെ ഇതാ കത്തിജ്വലിക്കുന്നു. ഇതുവരെ താൻ കൊച്ചു പെണ്ണായി കണ്ട മറിയം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആളായി എലീശായുടെ മുമ്പിൽ വളരുന്നു. വസ്ത്രാഞ്ചലം ചക്രവാളത്തെ തഴുകുന്നു. സൂര്യനെ അവൾ ഉടയാടയാക്കിയിരിക്കുന്നു. യാക്കോബിന്റെ 12 ഗോത്രങ്ങളിലും വെച്ച് അനുഗ്രഹീതയായി അവൾ പുഞ്ചിരിക്കുന്നു. ആ ശിരസിൽ 12 നക്ഷത്രങ്ങളുടെ കിരീടം. എന്നിട്ടും അവൾ എല്ലാം മറന്ന് എന്നെ തേടി വന്നിരിക്കുന്നു. ദൈവം ഉയർത്തിയ ഈ കന്യക പെണ്ണ് എന്നെ മുത്താൻ മുഖം കുനിച്ചിരിക്കുന്നു. പരിശുദ്ധന്റെ അമ്മ മണ്ണിൽ ചവിട്ടി തളർന്നലഞ്ഞ് തൻ്റെ അരികിൽ വന്നിരിക്കുന്നു. ദേവദാരു പലകകൾ പാകിയ സുഗന്ധമൊഴുകുന്ന പല്ലക്കിലല്ല അവൾ വന്നത്. തൻ്റെ ഭാഗ്യോദയത്തെക്കുറിച്ച് ഒരു വാക്കുപോലും അവൾ പറഞ്ഞിട്ടുമില്ല. എന്നെ ശുശ്രൂഷിക്കുവാൻ അവൾ തിടുക്കത്തിലെത്തിയിരിക്കുന്നു. എലീശാ ഒന്നും കൂടി നോക്കി. വിയർത്ത് പരവശയായി തീർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ അമ്മ മറിയം. എന്നിട്ടും അവൾ അരികിൽ നിൽക്കുമ്പോൾ ചുറ്റും ദുതായി പഴത്തിൻ്റെ സുഗന്ധം. എലീശാ കണ്ണെടുക്കാതെ അത്ഭുതത്തോടെ അവളെ തുറച്ചു നോക്കി. കടുത്ത വെയിലേറ്റ് അവൾ കുറേയേറെ ഇരുണ്ടുപോയിരിക്കുന്നു. എന്നിട്ടും കേദാറിലെ കൂടാരങ്ങൾ പോലെയും സോളമന്റെ തിരശീലകൾ പോലെയും അവളിൽ അഴകു തിളങ്ങുന്നത് എലീശാ കണ്ടു. ചെന്നൂലു പാകിയ അവളുടെ പവിത്രാധരങ്ങൾ ഒരു സുഗന്ധവ്യഞ്ജനത്തോട്ടം പോലെ സുഹൃതവാഹിനിയായി തൻ്റെ മുമ്പിൽ നിൽക്കുന്നു. മകളെ, നീ ഭാഗ്യവതിയാണ്. എലീശായുടെ ഉള്ളം മന്ത്രിച്ചു. മകളല്ലല്ലോ, മഹിതയല്ലേ അവൾ? കൃത്യമായി പറഞ്ഞാൽ മഹിതയുമല്ല, മണവാട്ടിയാണ്. ദൈവാത്മാവിൻ്റെ മണവാട്ടി. അവളെത്ര ഉന്നതയാണ്, അവളെത്ര അകലെയാണ്. ഇത്ര ദൂരം അവൾ വഹിച്ചു കൊണ്ടുവന്ന കൂടയിൽ നിന്ന് മുന്തിരിയടയുടെയും അത്തിപ്പഴത്തിൻ്റെയും നറുസുഗന്ധം പരന്നൊഴുകുന്നത് എലീശാ അറിഞ്ഞു. തൻ്റെ മുമ്പിൽ സാക്ഷാൽ വാഗ്ദാന പേടകം വന്നു നിൽക്കുന്നതായി എലീശാമ്മയ്ക്ക് തോന്നി. തൻ്റെ മുമ്പിൽ എമ്മാനുവേലിൻ്റെ അമ്മ തന്നെ. എലീശാ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. മറിയമേ, നിന്റെ ഉദരഫലവും എന്നേക്കും അനുഗ്രഹീതം. സ്നേഹാതിരേകത്താൽ നീ എന്നെ കെട്ടിപ്പുണർന്നപ്പോൾ, നിന്റെ പവിത്രമായ ഉദരം എന്നോട് ചേർന്ന് നിന്നപ്പോൾ, നിന്റെ ഉദരത്തിൻ്റെ സാമീപ്യം എന്നിലും ആത്മാവിനെ ചൊരിഞ്ഞല്ലോ. എൻ്റെ കർത്താവിൻ്റെ അമ്മേ, നീ എന്നെ തേടി വന്നല്ലോ. എൻ്റെ നന്മയിലും ഞാൻ അനുഭവിക്കുന്ന ദൈവാനുഗ്രഹത്തിലും എന്നെ മനസ്സ് തുറന്ന് നീ ആനന്ദിച്ച് അഭിനന്ദിച്ചപ്പോൾ എൻ്റെ കുഞ്ഞും ഉദരത്തിൽ വലിയ സന്തോഷത്തോടെ കുതിച്ചു ചാടിയല്ലോ. സിറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പായ മാർ ജോർജ് ആലഞ്ചേരി വലിയ മെത്രാപ്പൊലീത്ത പറയുന്നത് എത്രയോ ശരി. ഒരു മധ്യസ്ഥ ശുശ്രൂഷയായിട്ടാണ് മറിയം തൻ്റെ ദൗത്യത്തെ മനസ്സിലാക്കിയത്. അവളുടെ മധ്യസ്ഥത്തിൻ്റെ ആരംഭം എലിസബത്തുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ആരംഭിക്കുന്നു. കർത്താവിൻ്റെ അമ്മ എന്ന നിലയ്ക്കുള്ള അവളുടെ സാന്നിധ്യം എലിസബത്തിൻ്റെ ഉദരശിശുവായ സ്നാപക യോഹന്നാൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ വഴി തെളിച്ചു.
സഭയുടെ മെത്രാപ്പോലിത്ത തൻ്റെ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞ ഈ വാക്യം ഞാൻ ഓർത്തു. പറഞ്ഞു തീർന്ന് കിതയ്ക്കുമ്പോൾ സത്യത്തിൽ ഭാഗ്യം എന്താണെന്ന് കൂടി പരിശുദ്ധാത്മാവ് എലീശ്വായിലൂടെ വ്യാഖ്യാനിച്ചു. അതാണ് വലിയ കാര്യം. വിശ്വസിക്കാൻ കഴിയുന്നതാണ് ഭാഗ്യം. എലീശ്വയുടെ വാക്കുകൾ പര്യവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവളെ നീ ഭാഗ്യവതി. ശരിക്കും ഈ കൊച്ചുവാക്യം വിശ്വാസത്തിൻ്റെ പൂങ്കാവനമാണ്. ആ പൂങ്കാവനത്തിൽ കയറി ഈ വചനം ഒന്ന് ഉരുവിട്ട് നോക്കിക്കേ നിങ്ങളും. എന്താണ് അതിൻ്റെ ഉള്ളിൽ തെളിയുന്നത്? അരുളി ചെയ്തതൊക്കെ നിറവേറും എന്ന് വിശ്വസിക്കുമ്പോൾ അവ നിറവേറിയാൽ എന്നതുപോലെ നിങ്ങൾ അനുഭവിച്ചു തുടങ്ങും. അതാണ് ഭാഗ്യമെന്നൊക്കെ ബൈബിളിൽ പറയുന്നത്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്ക് വാഗ്ദാനങ്ങൾ ഇനിയും പിന്നെങ്ങാനും നിറവേറാൻ കിടക്കുന്നവയല്ല, ഇപ്പോൾ തന്നെ നിറവേറിയവയാണ്. ചുരുക്കത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഭാഗ്യം വരാൻ പോകുന്ന ഒരു അനുഭവമല്ല, പിന്നെയോ ഇപ്പോൾ തന്നെ അനുഭവിക്കുന്ന ആത്മീയ യാഥാർത്ഥ്യമാണ്. വിശ്വസിക്കുക എന്നാൽ അപ്പോഴപ്പോൾ സന്നിഹിതമാക്കപ്പെടുന്ന വാഗ്ദാനങ്ങളിലുള്ള ബോധ്യം അനുഭവിക്കുക എന്നു തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ വിശ്വാസം നാളെ നടക്കാനുള്ള കാര്യങ്ങളിലുള്ള പ്രതീക്ഷയല്ല, പിന്നെയോ നാളെ വാഗ്ദാനം ചെയ്യപ്പെട്ടവ ഇപ്പോൾ അനുഭവിച്ചു തുടങ്ങുന്ന ആത്മീയ തീവ്രതയാണ്. ഓ, മറിയമെന്ന പേര് പോലും ബൈബിളിൽ പ്രതീകമാണ് എന്ന് തോന്നുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ മറിയം മുഴുവൻ സമർപ്പിച്ച് പാദങ്ങളിൽ ഇരുന്നവളാണല്ലോ. മറിയമല്ലാത്തവൾ, അതായത് മാർത്ത, മുഴുവൻ കൊടുക്കാത്തവളാണ്. മറിയത്തോടൊപ്പം സമാന്തരമായി യോഹന്നാൻ അവതരിപ്പിക്കുന്ന മാർത്തയെ കൂടി ഒന്ന് വായിച്ചാൽ നല്ലതാണ്. യോഹന്നാന്റെ 11-ാം അധ്യായത്തിലേക്ക് പോകാം. ലാസറിനെ കുറിച്ച് കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ. മർത്തയെ നോക്കി കർത്താവ് പറഞ്ഞു, മർത്ത, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഓ, അതൊക്കെ എനിക്കറിയാം കർത്താവേ, അന്ത്യദിനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ എനിക്കും അറിയാം എന്നായി മാർത്ത. അന്തിമ നാളുകളിൽ അഥവാ പിന്നീട് വരാൻ പോകുന്ന ഉയർപ്പിൽ മാർത്തയ്ക്കും വിശ്വാസമുണ്ട്. പിന്നീട് യുഗാന്ത്യത്തിൽ കാലത്തിൻ്റെ ഒടുവിൽ വരാൻ പോകുന്ന വാഗ്ദാന പൂർത്തീകരണത്തിൽ മാർത്തയ്ക്കും വിശ്വാസമുണ്ട്. പക്ഷേ മാർത്തയ്ക്കില്ലാതെ പോയത് ഉയർപ്പിനെ ഇപ്പോൾ ഈ നിമിഷം സന്നിഹിതമാക്കുന്ന വിശ്വാസമാണ്. അതുകൊണ്ട് കർത്താവ് അവളെ തിരുത്തുകയാണ്. നാളെ വരും എന്ന് അവൾ കരുതുന്ന പുനരുത്ഥാനം ഇപ്പോൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന താൻ തന്നെയാണ്. കയ്യെത്തും ദൂരത്തും കണ്ണെത്തും ദൂരത്തും നിൽക്കുന്ന താൻ തന്നെയാണ് എന്ന് ഈശോ വെളിപ്പെടുത്തി. പിന്നെ പിന്നെ ദൂരെ ദൂരെ അല്ല, ഇപ്പോൾ കൺമുമ്പിൽ നീ അനുഭവിക്കുന്നതാണ് വിശ്വാസമെന്ന് ഈശോ പറഞ്ഞു. പുനരുത്ഥാനവും ജീവനും ഞാൻ തന്നെ. വിശ്വാസം നാളത്തെ കാര്യമേ അല്ല. വിശ്വാസം ഇപ്പോൾ കൂടെയുള്ള ദൈവത്തെ കണ്ടെത്തലാണ്. ദൈവം കൂടെയുള്ളതാണ് ഭാഗ്യമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ സുവിശേഷങ്ങളിലെല്ലാം വിശ്വാസം എപ്പോഴും ഇന്നും നാളെയും തമ്മിലുള്ള അകലം കുറയ്ക്കുന്ന ഉപാധിയാണ്. വിശ്വാസം വഴി നാളെയെ നീ ഇന്ന് അനുഭവിക്കും. നാളെയെ ഇന്ന് അനുഭവിക്കുന്നവളായി എലീശ്വാമ്മ മറിയത്തെ കാണുകയാണ്. നാളെയെ ഇന്ന് അനുഭവിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന വലിയ വിശ്വാസിയായും എലീശ്വാമ്മ മറിയത്തെ കണ്ടുകൊണ്ട് വിളിച്ചു, വിശ്വസിച്ച കാരണത്താൽ നീ ഭാഗ്യവതി. എഴുത്തുകാരനായ ഡോക്ടർ തോമസ് വള്ളിയാനിപ്പുറത്തിൻ്റെ ഒരു പഠനം കൂടി ഞാൻ ഉദ്ധരിച്ചോട്ടെ. അദ്ദേഹം പറയുകയാണ്, യോഹന്നാൻ സുവിശേഷകൻ ഈശോയുടെ അമ്മ എന്ന പേരാണ്, സംജ്ഞയാണ് മറിയത്തെ പരാമർശിക്കാൻ ഉപയോഗിക്കുന്നത്. അത് ശ്രദ്ധേയവുമാണ്. ഒരിക്കൽ പോലും മറിയം എന്ന പേര് ഉപയോഗിക്കുന്നില്ല. അതേസമയം മറ്റ് മറിയമാരെ സൂചിപ്പിക്കുവാൻ ഈ പേര് 15 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട് താനും. ഈശോയുടെ അമ്മയെ കുറിക്കാൻ മാത്രം മറിയമെന്ന പേര് സുവിശേഷകനായ യോഹന്നാൻ ഉപയോഗിക്കുന്നേയില്ല. എന്താ ഇതിൻ്റെ അർത്ഥം? പരിശുദ്ധ കന്യാമറിയത്തിന് വ്യക്തിഗതമായ ഒരു പേരിനപ്പുറത്ത് പ്രതീകാത്മകമായ ഒരു മഹാദർശനത്തിൻ്റെ കൂട്ട് ഉണ്ടെന്നും കൂടിയല്ലേ ഭാഗ്യം തരേണ സുവിശേഷകൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ മറിയത്തെ
സത്യവിശ്വാസിയായി അവതരിപ്പിക്കാനാണ് യോഹന്നാൻ്റെ ഇഷ്ടമെന്ന് എഴുത്തുകാരൻ പറയുന്നു. ഒരു നിമിഷം ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 39 മുതലുള്ള വാക്യങ്ങളിൽ ഒരിക്കൽ കൂടി ഞാൻ കണ്ണോടിച്ചു. ധ്യാനപൂർവം ആ വാക്യങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ മറിയത്തിൻ്റെ തിടുക്കം, എലീശ്വാമയ്ക്കുള്ള അഭിനന്ദനം, മറിയത്തിൻ്റെ നിർമ്മലമായ ആനന്ദം, ഇവയെല്ലാം മനസ്സിലുടക്കി. തൻ്റെ നന്മ മറന്ന് ഇതര വ്യക്തിയുടെ നന്മ തേടുന്ന ദിവ്യ പ്രകൃതമാണല്ലോ മറിയം. സുവിശേഷത്തിൽ കണ്ടെത്താൻ കഴിയുന്ന വ്യക്തിമഹത്വത്തിൻ്റെ മഹാപ്രവാചികയാണ് മറിയം. ഓരോ വ്യക്തിയും ഒരു സമ്മാനമാണെന്ന ദൈവിക വെളിപാടാണ് മറിയത്തിലൂടെ പ്രകാശിതമാകുന്ന മഹാസുവിശേഷ സത്യങ്ങളിൽ ഒന്ന്. ദൈവനാമത്തിലുള്ള മനുഷ്യ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് പറന്നുവരുന്ന വഴിത്താര തന്നെയാണ് എന്ന് മറിയം പഠിപ്പിക്കുന്നു. ചാക്കുടുക്കണ്ട, ചാരം പൂശേണ്ട, വ്യക്തിയെ മാനിച്ചാൽ മാത്രം മതി, അവനെ ആദരിക്കാൻ ആഗ്രഹിച്ചാൽ മാത്രം മതി, പരിശുദ്ധാത്മാവ് നിന്നിൽ ജ്വലിക്കും. കാരണം ഇതര വ്യക്തിയുടെ നന്മയിൽ മനസ്സ് തുറന്ന് സന്തോഷിച്ച് പറയുന്ന വാക്ക് റൂഹായുടെ സ്വന്തം നാക്കാണ്. ഇതര മനുഷ്യനെ അഭിനന്ദിക്കുന്ന വാക്ക് ആത്മാവിൻ്റെ സ്വന്തം ശബ്ദമാണ്. അപ്പോൾ പറയുന്നവനിലും കേൾക്കുന്നവനിലും ആത്മാവ് ചിറകടിക്കും. ചുരുക്കത്തിൽ, നിന്നെ ഞാനെന്നവണ്ണം മാനിക്കുമ്പോൾ സ്വർഗം എന്നെ മാനിക്കും. ഓ, ഇതൊരു മഹാരഹസ്യമാണ്. മറിയത്തിൽ വെളിവാക്കപ്പെട്ട ഒരു ആത്മീയ രഹസ്യം. ശരിക്കും പറഞ്ഞാൽ, നിന്നെ മഹത്വപ്പെടുത്താതെ എനിക്ക് മഹത്വമില്ല. സഹോദരനെ ഉയർത്താതെ എനിക്ക് മഹിമാവില്ല. ഒരു എക്സിസ്റ്റൻഷ്യൽ ചോദ്യം, ഒരു അസ്തിത്വപരമായ ചോദ്യം, അതിനുത്തരം കൊടുത്തേ പറ്റൂ. ആരാണ് വലിയവൻ? അഭിനന്ദിക്കുന്നവനോ അഭിനന്ദിക്കപ്പെടുന്നവനോ? നമുക്കും നമ്മുടെ നാട്ടുകാർക്കുമുള്ള ഒരു ദുര്യോഗം ഈ കാഴ്ചപ്പാടിലുള്ള വീഴ്ചയാണ്. നാം ഇങ്ങനെ ചിന്തിക്കുന്നു: അഭിനന്ദിക്കപ്പെടുന്നവനാണ് വലിയവൻ, അഭിനന്ദിക്കുന്നവൻ ചെറിയവനും. അതുകൊണ്ട് എന്തു വേണ്ടി നമ്മൾ ആരും മനസ്സ് തുറന്ന് ആരെയും അഭിനന്ദിക്കില്ല. എന്തെന്നാൽ നമ്മൾ അഭിനന്ദിച്ച് നമ്മൾ വളർത്തി അവരൊക്കെ അങ്ങ് പറന്നു പോയാലോ? കാരണം നമുക്ക് പേടിയാണ്. അഭിനന്ദിക്കപ്പെടുന്നവനാണ് വലിയവനെന്ന് മലയാളി തെറ്റിദ്ധരിക്കുകയാണ്. ബൈബിൾ ഈ തെറ്റിദ്ധാരണ തിരുത്തുകയാണ്. ഈശോ ചോദിച്ചില്ലേ, ആരാ വലിയവൻ? ഇരിക്കുന്നവനാണോ? വിളമ്പിക്കൊടുക്കുന്നവനാണോ? നിങ്ങളെല്ലാം കരുതും ഇരിക്കുന്നവനാണെന്ന്, അല്ലേ? എന്നാൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ വിളമ്പുകാരനാണ്. ഈശോ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: വിളമ്പുന്നവനാണ് വലിയവൻ, അഭിനന്ദിക്കുന്നവനാണ് വലിയവൻ. എലിശ്വാമ തൻ്റെ വാക്കിലൂടെ ഇത് തെളിയിക്കുകയാണ്. തന്നെ തേടി വന്ന കൊച്ചുപെണ്ണായ കന്യക മറിയത്തെ ഇടികൊച്ചയെന്നോ കുഞ്ഞയെന്നോ എന്നൊന്നുമല്ല എലിശ്വാമ തിരിച്ചു വിളിച്ചത്. എൻ്റെ കർത്താവിൻ്റെ അമ്മേ. അഭിനന്ദിക്കുന്നവൻ, ഉയർത്തുന്നവൻ, വളർത്തുന്നവൻ, പ്രോത്സാഹിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന മഹാമഹത്വമുള്ള വ്യക്തിയാണെന്നോർത്താൽ, ഓടി നടന്ന് അഭിനന്ദിക്കാനും നന്മ കാണുമ്പോൾ പ്രോത്സാഹിപ്പിക്കുവാനും നീയും ഞാനും എത്രമേൽ ശ്രദ്ധിക്കുമായിരുന്നു. തീർന്നില്ല. മറിയാമിൽ നിന്നുയരുന്ന വെളിപാടുകൾ ഒരിക്കലും തീരുന്നില്ല. ഇതാ, ഉദരങ്ങളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു നവ്യ ശുശ്രൂഷയും കൂടി മറിയം ആരംഭിക്കുകയാണ്. ആദ്യത്തെ ധ്യാന കൂടാരം ഗർഭാശയമാണ്. ധ്യാന പ്രസംഗകർ മാതാപിതാക്കളും ഏറ്റവും അടുത്ത ബന്ധുക്കളും. ശരിക്കും ഉദരങ്ങളിലാണ് പരിശുദ്ധാത്മാവ് പകരപ്പെടേണ്ടത്, അധരങ്ങളിലല്ല. പിറവിയിലാണ് ആത്മനിറവുണ്ടാകേണ്ടത്, ചിറകുയർത്തി പറക്കുമ്പോഴല്ല. ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിനെ നേടിയവൻ പിന്നീട് കൃപയുടെ ആകാശത്ത് തനിയെ പറന്ന് ഉയർന്നുകൊള്ളും. മറിയാമിനെ കാണുമ്പം ഉദരങ്ങളിലെ ശിശുക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന ശുശ്രൂഷയുടെ ബാഹുല്യം കൂടി നിനക്കും എനിക്കും ഓർമ്മയിൽ ജ്വലിക്കുന്ന കനലാവുന്നു. ഇളയമ്മയെ അഭിനന്ദിച്ചു നിന്ന മറിയത്തെ കുറേ നേരം ഞാൻ നോക്കി നിന്നുപോയി. എലിശ്വാമയിലേക്ക് നനുത്ത ആലിപ്പഴം പോലെ പതിഞ്ഞ മറിയത്തിൻ്റെ മധുരവാക്കുകൾ
ഞാൻ ഒരിക്കൽ കൂടി കേട്ടുനിന്നു. അവ കേട്ടപ്പോൾ, ആ നനുത്ത അലിവുള്ള വാക്കുകൾ കേട്ടപ്പോൾ, ഒരുപാട് കൊലപാതകങ്ങൾ ഞാൻ വാക്കാൽ ചെയ്തിട്ടുണ്ടെന്നും എനിക്ക് തോന്നിപ്പോയി. നാവിൽ പറയാൻ തുളുമ്പിയ അനേകം നല്ല വാക്കുകളെ കഴുത്തു ഞെരിച്ച് ഞാൻ കൊലപ്പെടുത്തിയിട്ടുണ്ട്. നല്ലത് പറഞ്ഞാൽ, അഭിനന്ദിച്ചാൽ അവരൊക്കെ അങ്ങ് വളർന്നു പോയാലോ എന്ന് ഞാൻ ഭയപ്പെട്ടിട്ടുമുണ്ട്. ഈ ഭയങ്ങളെ മറിയം എന്നേക്കുമായി നുള്ളിക്കളയുകയാണ്. ഞാൻ വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ വായന തുടങ്ങി. മറിയം അപ്പോൾ കൂടയിൽ നിന്നൊരു മുന്തിരി അടയെടുത്ത് ഇളയമ്മയുടെ കയ്യിലേക്ക് വെച്ചുകൊടുത്തു. ഞാൻ വായിക്കുകയാണ്. 1-ാം അധ്യായം 46-ാം വാക്യം മുതൽ ഞാൻ മെല്ലെ മെല്ലെ ഉരുവിടുകയാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെന്ന അച്ചുതണ്ടിൽ ചുറ്റിക്കറങ്ങുന്ന തേജോഗോളമാണ് മറിയം. അഥവാ തന്നെ കേന്ദ്രമാക്കി കൃപയുടെ ആരം കൊണ്ട് ദൈവം വരച്ച പരിപൂർണ വൃത്തമാണ് മറിയം. ഇതെല്ലാം മറിയത്തെ സംബന്ധിച്ചിടത്തോളം ശരിയാണെന്ന് തോന്നുന്നു. മറ്റൊന്നുകൂടി ശ്രദ്ധിക്കണം. തന്നെ അഭിനന്ദിച്ചപ്പോൾ അവൾ നോക്കുന്നതും കർത്താവിലേക്കാണ്, കർത്താവിലേക്ക് മാത്രം. അവൾ ചിന്തിച്ചത് ഇപ്രകാരമായിരുന്നിരിക്കണം: താൻ ഒരു നീർച്ചോലയാണെങ്കിൽ അതിൻ്റെ ഉറവിടം കർത്താവ് മാത്രം. ശക്തനായവൻ തന്നിൽ ചെയ്ത മഹാകാര്യങ്ങൾ മാത്രമാണ് തൻ്റെ സന്തോഷത്തിന് ആധാരം. യേശയ്യായുടെയും സാമുവേലിൻ്റെയും പുസ്തകത്തിലെ ഭാഗങ്ങളും സങ്കീർത്തനവും കൂടി ചേർത്ത് മറിയം പാടുകയാണ്: ഓ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഓ എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഓ തൻ്റെ ദാസിയുടെ താഴ്മയെ അവിടുന്ന് കടാക്ഷിച്ചു. ഒന്നോർക്കണം പ്രിയപ്പെട്ടവരെ, മറിയം ദൂതനോട് പറഞ്ഞതൊക്കെ വ്യക്തിഭാഷണങ്ങൾ. എന്നാൽ മറിയം വാ തുറന്ന് ആദ്യം പറയുന്ന വാക്യം ലോകത്തോട് പ്രഖ്യാപിക്കുന്ന ആദ്യ വാക്യമാണിത്: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഒരുവൻ ജീവിക്കുന്നത് തന്നെ, നിലനിൽക്കുന്നത് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിരിക്കണം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നില്ല എന്ന് വരികിൽ അതെൻ്റെ മരണമാണ് എന്നാണ് മറിയത്തിൻ്റെ പ്രഖ്യാപനം. ദൈവാരാധനയ്ക്ക് വേണ്ടി ജീവിക്കുന്നതാണ് എൻ്റെ മുദ്രാവാക്യം എന്ന് മറിയം പറയുകയാണ്. ആരാധനയാണ് സർവോത്കൃഷ്ടം. ദി മോസ്റ്റ് ഡീസൻറ്റ് ആക്ഷൻ ആൻഡ് ദ മോസ്റ്റ് ബ്ലെസ്ഡ് ആക്ഷൻ ഓഫ് ദ മാൻ ഈസ് ടു അഡോർ ഗോഡ്. ദൈവത്തെ ആരാധിക്കുന്നതാണ് ഏറ്റവും അന്തസ്സുള്ള പ്രവൃത്തി. കാരണം ആരാധിക്കുന്നവൻ്റെ ശിരസിലേക്ക് ദൈവത്തിൻ്റെ മഹിമാവ് ഒഴുകി വരും, അന്തസ്സും അഭിജാത്യവും വളർന്നു വരും. അപ്പോൾ ആരാധിക്കുന്നവൻ ക്രമാനുഗതമായി അന്തസ്സിലും ഉയരും. അന്തസ് ഉയരുമ്പോൾ ഒരുവൻ കൂടുതൽ നല്ല ആരാധകനുമാകും. ഓ, ഇതൊരു മഹാദർശനമാണ്. ഈ ദർശനം മറിയം എൻ്റെ മനസ്സിലേക്ക് ഇട്ടുതരുന്നു. ആരാധകനായ മനുഷ്യ, അന്തസ് വർദ്ധിക്കുവാൻ നീ ആരാധിക്കുവിൻ. അന്തസ് വർദ്ധിക്കുന്ന തോതനുസരിച്ച് ആരാധനയിൽ നീ ഒരിക്കലും വൈമുഖ്യം കാണിക്കരുത്. ഓ എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒന്നോർത്താൽ, 2 കൈയും നീട്ടി നന്മകൾ സ്വീകരിച്ച മനുഷ്യന് ചെയ്യാനാവുന്ന ഏറ്റവും വലിയ പ്രവൃത്തി നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ലേ? സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവനെ പാടി വാഴ്ത്തുകയല്ലേ? സങ്കീർത്തകന്റെ വീണ പാടുന്നു: കർത്താവെനിക്കു തന്നതിനൊക്കെ പകരമായി ഞാൻ എന്തു ചെയ്യും? രക്ഷയുടെ കാസ എടുത്തുകൊണ്ട് ഞാൻ കർത്താവിൻ നാമം വിളിക്കും. അല്ലാതെ ഞാൻ എന്തു ചെയ്യും? പാനപാത്രം കവിഞ്ഞൊഴുകുന്ന നന്മകൾ, ഓ ആ മഹായിടയൻ്റെ ദാനമല്ലേ? അവയ്ക്കുള്ള ഏക ആധാരം അവിടുത്തെ സ്നേഹം മാത്രം. ദാനത്തിൽ നിന്നും കണ്ണെടുത്ത് ദാതാവിലേക്ക് മിഴിയെറിഞ്ഞ സുവിശേഷത്തിലെ മറിയമെന്ന ഈ കന്യക ബലിയർപ്പണം നിന്നുപോയ നമ്മുടെ മനസ്സുകളിൽ പുതിയ താരോദയമാണ്. മറിയത്തിൻ്റെ സ്തോത്രഗീതം എൻ്റെ വ്യക്തിജീവിതത്തിൽ എത്രയോ വെളിച്ചം പകർന്നു. അത് എന്നിൽ
ഇങ്ങനെയൊരു ഭാവമാണ് തെളിച്ചത്. ഇന്നലകളിൽ ദൈവം നൽകിയ നന്മകൾക്ക് ശരിക്കും നന്ദി പറയുമ്പോൾ ഇന്ന് കൺമുമ്പിലുള്ള പ്രശ്നങ്ങളെ നേരിടാൻ കരുത്ത് ലഭിക്കും. കരയുന്ന നേരത്ത് നമ്മളെല്ലാം കർത്താവിനെ നോക്കും, ഹൃദയപൂർവ്വം തിരയും. പക്ഷേ അവിടുത്തെ കരുതലോർത്ത് കരയാൻ പറ്റണം. ഇന്നലകളിൽ അവൻ താങ്ങി നടത്തിയതോർത്ത് നീ വിതുമ്പണം. മനസ്സൊരു യുക്കരിസ്റ്റിക് ടേബിളായി മാറണം, ഒരു നിത്യാരാധന ചാപ്പലാകണം. ഓർമ്മകളിൽ എൻ്റെ ഒരു അനുഭവം തെളിയുകയാണ്. എൻ്റെ വിദ്യാലയത്തിലെ അനുഭവം. 4ലോ 5ലോ പഠിക്കുകയാണ്. ഉച്ച കഴിഞ്ഞ നേരം ജനഗണമനയുടെ നേരം കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് അസംബ്ലിക്കുള്ള അസാധാരണമായ മണി. ചിലമ്പുന്ന പഴയ മൈക്രോഫോണിൻ്റെ മുന്നിൽ ഹെഡ് മാസ്റ്റർ നിൽക്കുന്നു. പൊതുവെ ഗൗരവപ്രകൃതിക്കാരനായ അദ്ദേഹം ശാന്തനായി പറഞ്ഞു, കുട്ടികളെ വേഗം വീട്ടിൽ പൊയ്ക്കോളൂ. അറബിക്കടലിൽ നിന്ന് അതിശക്തമായ ഒരു കാറ്റ് നമ്മുടെ ഈ ദേശത്ത് മണിക്കൂറുകൾക്കുള്ളിൽ വീശാൻ പോകുന്നു. സാറും നന്നായി ഭയപ്പെട്ടിരിക്കുന്നു എന്ന് ശബ്ദത്തിൽ നിന്ന് തോന്നി. ചിലമ്പുന്ന ഉച്ചഭാഷിണി അതിൻ്റെ ഭീകരത ഒട്ടൊക്കെ വർദ്ധിപ്പിച്ചു. ഞാനും കൂട്ടുകാരും തിടുക്കത്തിലോടി. ഇനി നടവഴികളിലൂടെ നടന്ന് സ്കൂളിൽ വരാൻ കഴിയണമെന്നില്ല. പൊട്ടിയ മൺചട്ടി കഷ്ണങ്ങൾ അടുക്കി വെച്ചുള്ള ഉശിരൻ കളി ഈ മൈതാനത്ത് ഇനി കളിക്കാൻ പറ്റുമോ ആവോ? അറബിക്കടലും കാറ്റും ഒന്നിച്ചെൻ്റെ ഉള്ളിൽ ഞാൻ അറിഞ്ഞു. തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ 2.5 മണിക്കൂറോളം മുട്ടുകുത്തി ഞാൻ ഉരുകിയതിന്നും മറന്നിട്ടില്ല. ആരോ പുറത്തു പറയുന്നത് കേട്ടു, വലിയ അമ്മിക്കല്ല് പോലും പപ്പടം പോലെ പറത്തുന്ന കാറ്റാണത്രേ. 3 മണിക്കൂർ കഴിഞ്ഞിട്ടും കാറ്റടിച്ചില്ല. പിന്നെ മെല്ലെ മെല്ലെ നന്ദിയോടെ കർത്താവിനെ നോക്കി ഞാൻ എണീറ്റു. മറിയത്തിൻ്റെ വിശ്വാസ പ്രകീർത്തനവും എൻ്റെ അനുഭവവും ഞാനിപ്പോൾ കൂട്ടി വായിക്കുന്നു. മറിയം എനിക്ക് പകരുന്ന ഒരു പാഠമുണ്ട്. അതിതാണ്, ദൈവിക ഇടപെടലുകൾക്ക് സദാ നന്ദി പറയുക, സ്തോത്രഗീതം ആലപിക്കുക. എൻ്റെ മുന്നിൽ ഇന്ന് കാറ്റും കോളും വീശുമ്പോൾ ഞാൻ ഓർക്കണം, 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൊടുങ്കാറ്റിൽ നിന്നും അതിൻ്റെ ഭയത്തിൽ നിന്നും എന്നെ രക്ഷിച്ചു മാറോട് ചേർത്ത് ആശ്വസിപ്പിച്ച ദൈവം എന്നും എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഇന്നലകളെ പ്രതി നന്ദി പറയാൻ പഠിക്കുന്നവർക്കേ ഇതിന് കഴിയൂ. മുന്നിൽ മിന്നുന്ന എല്ലാ പ്രശ്നങ്ങളെയും നോക്കി യുക്കരിസ്ത്യ കൃതജ്ഞതാ സ്തോത്രം അർപ്പിക്കുവാൻ അപ്പോൾ നിനക്ക് കഴിയും. മറിയത്തെപ്പോലെ ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ചവർക്ക് എപ്പോഴും അതിന് കഴിയും. മൂന്നാം വയസ്സിലെ മറ്റൊരനുഭവം കൂടി പറയാൻ തോന്നുന്നു. തൊട്ടിലാട്ടി താരാട്ടുപാടുന്നത് മൂത്ത സഹോദരി, വിളക്ക് പിടിച്ച് കൂടെ നിൽക്കുന്നത് മറ്റൊരു സഹോദരി. 2 പേരുടെയും കൂടി ഭഗീരഥ പ്രയത്നത്തിൻ്റെ ഫലമാണ് എൻ്റെ ഉറക്കം. ചിലപ്പോൾ കണ്ണും മിഴിച്ച് ഞാൻ കുറേ നേരം കിടക്കും, ഉറങ്ങുകയേയില്ല. എങ്ങനെയും എന്നെ ഒന്ന് ഉറക്കിയിട്ട് വേണം അവർക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ. ആദ്യം അവരെന്നെ അനുനയിപ്പിക്കും, കൊഞ്ചിപ്പിക്കും, പിന്നെ ചിരിച്ചും പറഞ്ഞും സന്തോഷിപ്പിക്കും. മിനിറ്റുകൾ കഴിയുമ്പോൾ ചിരി ഇളിയായി മാറും. ഞാൻ ഉറങ്ങുന്നില്ല. ഞാൻ ഉറങ്ങിയിട്ട് വേണ്ടേ അവർക്കൊന്ന് പോകാൻ. അങ്ങനെ ഒരിക്കൽ കഷ്ടപ്പെട്ടെന്നെ പാടി ഉറക്കാനുള്ള കടുത്ത ശ്രമത്തിൽ പാതി ഉറങ്ങി പാടിക്കൊണ്ട് ഒരു സഹോദരിയും വിളക്കും പിടിച്ചുകൊണ്ട് വേറൊരാളും നിൽക്കുമ്പോൾ മണ്ണെണ്ണ വിളക്കിൽ നിന്നും പെട്ടെന്ന് തീ ആളി തൊട്ടിലും തൊട്ടടുത്ത് വസ്ത്രങ്ങളിട്ടിരുന്ന അയയിലും കയറി പിടിച്ചു. പെട്ടെന്ന് ഉരുകിയ വസ്ത്രങ്ങൾ പെട്ടെന്ന് താഴേക്ക് വീണു. അല്പം കഴിഞ്ഞാണ് അവർക്ക് ബോധം വന്നത് തന്നെ. ഉറക്കച്ചടവ് അവരെ ബാധിച്ചിരുന്നു. അന്ന് തീപ്പൊള്ളലിൽ നിന്നെന്നെ കാത്ത ദൈവം, ഞെട്ടി ഉള്ളു കാളാതെ എന്നെ സംരക്ഷിച്ച ദൈവം ഇന്നും എന്നെ ഓർമ്മിപ്പിക്കുന്നു, കുഞ്ഞെ, കണ്ണിൻ്റെ മുമ്പിൽ അഗ്നിയും ഭാരവും ദുരിതവും വരുമ്പോൾ നീ ഓർക്കണം, 3ാം വയസ്സിൽ അഗ്നിത്തൊട്ടിലിൽ നിന്ന് രക്ഷിച്ച ദൈവം ജീവിച്ചിരിക്കുന്നു. ഇതാണ് മറിയം ചെയ്തത്. ഓ ദൈവമേ, ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. എന്തെന്നാൽ ഇന്നലകളിൽ ചരിത്രത്തിൽ നീ ചെയ്ത കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നു. നീ ശക്തന്മാരെ വെറുതെ വിട്ടു, താഴെ ഇറക്കി, ധനികരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇന്നലകളിൽ. അതുകൊണ്ട് ഇന്നത്തെ ഈ പ്രശ്നത്തിൻ്റെ മുമ്പിൽ ഇന്ന് ഇതാ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ജീവിതം സമർപ്പിക്കുമ്പോൾ
ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന സർവ്വ അപവാദങ്ങളുടെയും മുന്നിൽ ഇന്നലകളിലെ ദൈവപ്രവൃത്തിയെ ഓർത്ത് ഞാൻ പതറാതെ സ്തുതിക്കും. മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൻ്റെ പൊരുൾ, ഓ എത്ര അപാരമാണ്!